ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ ഒരു ക്രൂഷ്യൽ തെരഞ്ഞെടുപ്പിൽ അതുകൂടി ലക്ഷ്യമിട്ട് CPM കൊണ്ടുവന്ന കോൺഗ്രസുകാരൊക്കെ BJPയിലേക്ക് പോകുന്നു എന്നൊരു പ്രൊപ്പഗണ്ട പ്രചണ്ഡ നറേറ്റീവാണ് പൊട്ടിപ്പൊളിഞ്ഞ് പൂരത്തിന് 7 നിലയിൽ ചെയ്ത ഒരു നിലയമിട്ട് കണക്കെ ജാവദേക്കറുമായുള്ള ചായകുടി സ്ഥിരീകരിച്ച് ജയരാജൻ രാഷ്ട്രീയ കേരളത്തിന് മുന്നിൽ അനാവൃതമായത് ജനം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയ ആദ്യ മണിക്കൂറുകളിലാണ്. മാസമൊന്നു നീണ്ട ഒരു പ്രൊപ്പഗണ്ട കരുത്തിൽ അരിവാൾ പക്ഷത്തേക്ക് എത്തേണ്ടിയിരുന്ന ന്യൂനപക്ഷ വോട്ട് വഴിമാറുന്നോ എന്നൊരാശങ്കയിൽ അതേ മണിക്കൂറിൽ തന്നെയാണ് പാർട്ടിയുടെ ഏതെങ്കിലും ഘടകത്തിൽ ചർച്ചയാകുന്നതിന് മുൻപേ മാധ്യമക്കാമറകൾക്ക് മുന്നിൽ പിണറായി വിജയന്റെ ശിക്ഷാവിധി പ്രഖ്യാപനം. ആ പിഴച്ച കൂട്ടുകെട്ടിനെ പറ്റി, മുഖ്യമന്ത്രിയുടെ ശകാരം ഏതെങ്കിലും SFI സഖാവിനെ പറ്റിയല്ല, കണ്ണൂർ പാർട്ടിയിലെ രണ്ടാമനെ കുറിച്ചാണ്, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ പറ്റിയാണ്. അത് പെട്ടെന്നൊരു നാൾ പൊട്ടിവീണൊരു ബോധോദയമല്ല. ഇടനില ദല്ലാൾ കോർപ്പറേറ്റ് വിശ്വ സർക്കിൾ അവിശുദ്ധ വഴികൾ. പണ്ടൊരു തെറ്റുതിരുത്തൽ പാലക്കാടൻ പ്ലീലകാലത്ത് പാർട്ടി പത്രത്തിന് മുഖതാവ് കറുപ്പിച്ചൊരു മുതലാളി പരസ്യം, സാന്റിയാഗോ മാർട്ടിൻ, മൊറാഴക്കുന്നിൽ കെട്ട വഴികളിൽ പൂത്ത കോടികൾ, കോട്ടകൾ. അങ്ങനെ ആ പിഴച്ച കൂട്ടിന് ദൃഷ്ടാന്തങ്ങൾ പലയാവർത്തി കണ്ടിട്ടും പാർട്ടി ഫണ്ടറെ തിരുത്താതെ കോട്ട കെട്ടിക്കാത്തതിന്റെ ശിക്ഷയാണ് പാപ്പിനിശ്ശേരിയിലെ ആ ബൂത്തിൽ വോട്ട് തുടങ്ങിയ മണിക്കൂറിൽ കട്ടൻ ചായ പണ്ടേ വെറുത്ത ഹൈടെക് സഖാവിന്റെ സെൻട്രൽ കമ്മിറ്റി അംഗത്തിന്റെ മണ്ടക്കടി. ജാഗ്രത കുറവ് പറയുമ്പോഴും പഴയ പാർട്ടി പോരിന്റെ കാലത്ത് എതിർച്ചേരിയിൽ നിന്ന് ആ ദല്ലാളിനോടെയുള്ളൂ പിണറായിക്ക് ചൊരുക്ക്. അല്ലാതെ കേരളത്തിൽ ആ കാവിത്തറ കരുത്താക്കാൻ സംഘം നിയോഗിച്ച പ്രചാരകൻ RSSകാരൻ ജാവദേക്കറെ EP കാണുന്നതിൽ പിണറായിക്ക് പ്രശ്നമില്ലെങ്കിൽ ഞാനും കാണാറുണ്ടല്ലോ എന്നൊരു ഇടതുപക്ഷ മുഖ്യമന്ത്രി മറയില്ലാതെ പറയുന്നുവെങ്കിൽ CPM അതൊരു പ്രശ്നമാണ്. ആ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ BJP അനുകൂല പ്രസ്താവനകൾ 5ാം പത്തി രാഷ്ട്രീയത്തിന്റെ രാത്രി ധാരണ ബാക്കിയാണെന്നും ലാവലിനും മാസപ്പടി കേസുമടക്കം കോംപ്രമൈസ് ലാവിയാക്കാൻ വിജയൻ വിട്ട മെസഞ്ചറാണ് ജയരാജനെന്നും പ്രതിപക്ഷം പറയുന്നതിന് ഇടതുവിരുദ്ധ പ്രചാരവേല എന്നൊക്കെ ഒരു പഴയ പാർട്ടി ലെക്സിക്കണിൽ ഗോവിന്ദൻ മാഷെ ചെറുക്കാവതാണോ? ഇന്നലെ വരെ കോൺഗ്രസിൽ അധികാരം കിട്ടിയപ്പോൾ CPM 10 പുത്തൻ കിട്ടിയാൽ നാളെ BJPയിൽ എന്ന മട്ടിൽ ആശയം ആമാശയമാക്കിയ താടി വളർത്തിയ സൈബർ കാപട്യങ്ങളുടെ ദാസ്യം നാറുന്ന വാഴ്ത്തിപ്പാട്ടാരവങ്ങളിൽ വീഴാതെ ആ കുലം കുത്തികളോട്, കോക്കസ് കോംപ്രമൈസ് കെട്ട രാഷ്ട്രീയക്കാരോട് ഇനിയും മലീമസമാക്കാതെ താഴെ വെക്കട രക്തസാക്ഷി ചോരയിൽ ചുവന്നു കുതിർന്ന ആ ചെങ്കൊടി എന്നാർജവത്തിൽ പറയാൻ ചങ്കുറപ്പുള്ള ഒരുത്തനെങ്കിലും ആ പാർട്ടിയിൽ ബാക്കിയുണ്ടോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. കരുവന്നൂരിലും ഇവരെ 3-4 പ്രാവശ്യം വിളിച്ചു വരുത്തി ഇപ്പം അറസ്റ്റ് ചെയ്യുന്നുള്ള ഭീഷണി ഉണ്ടാക്കി ഭയപ്പെടുത്തി നിർത്തി. ഈ കടിപ്പിച്ചത് മുറുകെ പിടിക്കുകയായിരുന്നു, CPMന്റെ കഴുത്തിന് പിടിക്കുകയായിരുന്നു ആ കേന്ദ്ര സർക്കാർ. ഈ കേന്ദ്ര ഏജൻസികളെ വെച്ച് CPMന്റെ കഴുത്തിന് പിടിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. മര്യാദയ്ക്ക് അവർ പറയണത് ചെയ്തു കൊടുക്കാൻ വേണ്ടി. അതാണ് ഇവിടെ നടന്നത്. യഥാർത്ഥത്തിൽ ഇലക്ഷൻ ഡീലായിരുന്നു. രാജു പി നായർ, PR ശിവശങ്കർ, ഹസ്കർ, CR നീലകണ്ഠൻ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ രാജു പി നായർ. രാജു പി നായർ, അതിനു മുൻപ് CPMന്റെ കൊടികെട്ടിയ വിഭാഗീയതാ കാലത്താണ് അങ്ങനെ ഒരു പരസ്യശാസന കേരളം കേൾക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ മുഖ്യമന്ത്രി കേന്ദ്ര കമ്മിറ്റി അംഗത്തെ തള്ളിപ്പറഞ്ഞു. നടപടി വേണമെന്ന് ആലോചിക്കാൻ സെക്രട്ടറിയേറ്റ് ചേരാൻ പോകുന്നു മറ്റന്നാൾ. എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ മുഖ്യമന്ത്രിയെ ഉന്നമിട്ട് ഗൺ പോയിന്റ് തിരിക്കുന്നത്, ഡീൽ എന്നുറപ്പിക്കുന്നത്? ഹാഷ്മി, ഞാനും ഹാഷ്മിയുമായിട്ടുള്ള പല ചർച്ചകളിലും ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്. കേരളത്തിലെ CPM ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല, മറിച്ച് പിണറായിസ്റ്റുകളുടെ പാർട്ടിയാണെന്ന് ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. പിണറായി ഇടതുമുന്നണിയല്ല, ഇടതുപക്ഷമല്ല, പിണറായി തീവ്ര വലതുപക്ഷമാണെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും കോൺഗ്രസിനകത്തുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളും എന്തെങ്കിലുമൊക്കെ ചില ചാഞ്ചാട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെല്ലാം ആയുധമാക്കി മാറാറുണ്ട്. കോൺഗ്രസിനെ പലപ്പോഴും പഴിക്കാറുണ്ട്. പക്ഷെ അഭിമാനത്തോടുകൂടി തന്നെ പറയട്ടെ, ഏതെങ്കിലും ഒരു നേതാവ് കോൺഗ്രസിൽ നിന്ന് മറിച്ചൊരു തീരുമാനമെടുത്താൽ അയാളെ തള്ളിപ്പറയാൻ, നാഴികയ്ക്ക് 40 വെളുക്കുന്നതിന് മുമ്പ് നിമിഷങ്ങൾക്കുള്ളിൽ തള്ളിപ്പറയാനുള്ള ആർജവം കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു. പത്മജ വേണുഗോപാൽ പോയപ്പോൾ മുരളീധരൻ്റെ പ്രസ്താവന എന്തായിരുന്നു? മുരളീധരൻ വളരെ വ്യക്തമായിട്ട് ഇനി ഇതെൻ്റെ സഹോദരി പോലുമല്ല എന്നുള്ള ആർജവമുള്ള നിലപാട് എടുക്കാൻ സാധിച്ചു. അനിൽ കെ ആന്റണി പോയപ്പോൾ അനിൽ കെ ആന്റണി തള്ളിപ്പറയാൻ AK ആന്റണി തയ്യാറായി. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, EP ജയരാജൻ ഇത്ര വലിയ ഒരു രാഷ്ട്രീയ അന്തർധാര ഇതിനകത്ത് ഉണ്ടാക്കിയിട്ട് ഇതുവരെ EP ജയരാജനെ BJPയുടെ ബന്ധത്തിൻ്റെ പേരിൽ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി എന്തുകൊണ്ട് തയ്യാറായിട്ടില്ല? ഹാഷ്മി പറഞ്ഞതുപോലെ ഈ ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള ചങ്ങാത്തത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ ദല്ലാൽ നന്ദകുമാറുള്ള എതിർപ്പ് പിണറായി വിജയന് നേരത്തെ തന്നെ ഉണ്ട് എന്ന് നമുക്കറിയാം. VS അച്യുതാനന്ദനും പിണറായിയും തമ്മിലുണ്ടായിരുന്ന പോര്, അതിനുശേഷം കുറച്ച് നാളുകൾക്ക് മുമ്പ് പിണറായിയായിട്ട് അതെല്ലാം സെറ്റിൽ ചെയ്തു എന്ന് ദല്ലാൾ പറയുകയുണ്ടായി. മനസ്സിലായില്ല? അത് പിന്നെ പിണറായിക്ക് അതിനെ എതിർക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ദല്ലാളുമായിട്ടുള്ള പ്രശ്നം മാത്രമാണ് പിണറായിക്കുള്ളത്. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ പ്രകാശ് ജാവ്ദേക്കർ വന്ന് കണ്ടതിനെ സംബന്ധിച്ച്
തള്ളിപ്പറയാൻ പിണറായി വിജയൻ തയ്യാറായില്ലല്ലോ, ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ലല്ലോ. ഇല്ല, ന്യായീകരിക്കുന്നില്ല ആരും. ഇതിനകത്ത് കൃത്യമായിട്ട് അല്ല രാജു, ഇവിടെ അറിഞ്ഞുകൊണ്ട് ഇന്നിപ്പോ എം വി ജയരാജൻ സംസാരിച്ചു, എം വി ഗോവിന്ദൻ സംസാരിച്ചു, പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ സംസാരിച്ചു. ഈ ചർച്ചയിൽ അതിനെ ന്യായീകരിക്കാൻ CPM ഔദ്യോഗിക പ്രതിനിധികളെ വിടേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ അവർ അത് ഉൾക്കൊള്ളുന്നെങ്കിൽ അങ്ങനെയൊക്കെ നിലപാട് സ്വീകരിക്കുമോ? ന്യായീകരിക്കാൻ അറിയാത്തവരാണോ CPM നേതാക്കൾ? രാജു പി നായർ. ഹാഷ്മി ന്യായീകരിക്കാൻ അറിയാത്തതുകൊണ്ട് ഇത് പാർട്ടി കൃത്യമായിട്ട് എടുത്ത തീരുമാനമായതുകൊണ്ടാണ്, പാർട്ടി അറിഞ്ഞുകൊണ്ട് നടത്തിയ ഡീലായതുകൊണ്ടാണ് ഈ ചർച്ചയ്ക്ക് CPMന്റെ പ്രതിനിധി അയക്കാത്തത്. ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയൻ എന്തുകൊണ്ട് പ്രകാശ് ജാവ്ദേക്കറിനെ EP ജയരാജൻ കണ്ട നടപടി ശരിയായില്ല എന്ന് പിണറായി വിജയൻ എന്തുകൊണ്ട് പറയുന്നില്ല? എന്താണ് പിണറായി വിജയന് ദല്ലാളുമായിട്ടുള്ള പ്രശ്നം മാത്രം തള്ളി പറയേണ്ടി വരുന്നത്? അപ്പൊ പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ SNC ലാബിനും മറ്റ് കേസുകളുമെല്ലാം വെച്ച് തൃശ്ശൂരിൽ ഒരു സീറ്റ് കൊടുക്കാനുണ്ടായിരുന്ന ധാരണ, ഞാൻ ചോദിക്കട്ടെ, EP ജയരാജൻ ഒറ്റയ്ക്ക് പോയിട്ട് തൃശ്ശൂരിൽ സീറ്റ് കൊടുക്കാൻ ധാരണ ഉണ്ടാക്കാൻ പറ്റുമോ? പാർട്ടി അറിഞ്ഞല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കൃത്യമായിട്ട് ഇതിനകത്ത് സംഭവം നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. പിണറായി വിജയൻ EP ജയരാജനെ ദൂതനായി പറഞ്ഞയച്ചുകൊണ്ട് ഉണ്ടാക്കിയ സെറ്റിൽമെന്റ് ആണ്. അതുകൊണ്ടാണ് ഈ നേരം വരെയും EP ജയരാജനെ തള്ളിപ്പറയാൻ പിണറായി വിജയന് കഴിയാതെ പോകുന്നത്. പിന്നെ മാധ്യമങ്ങളെ ഒരു ചർച്ച വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അല്പം ക്ഷോഭം, മുന്നറിയിപ്പ് എന്നുള്ള കഥകൾ ഉണ്ടാക്കിയതിനപ്പുറം മറ്റൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് കൃത്യമായിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസും CPM തമ്മിലുള്ള വ്യത്യാസം. കോൺഗ്രസിലെ ചില നേതാക്കന്മാർ ഇത്തരത്തിലുള്ള നിലപാടെടുക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി ശക്തമായി അവർക്കെതിരെയുള്ള നിലപാടെടുക്കുന്നു, അവരെ തള്ളി പറയുന്നു. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി ഒന്നടങ്കം BJPയോട് സെറ്റിൽമെന്റ് ചെയ്ത് BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യതകൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിന് ആദ്യം മുതൽ BJP ബാന്ധവത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായിരുന്നല്ലോ. എന്തുകൊണ്ട് EP ജയരാജനെ ഈ CPM അല്ല UDFും LDFും തമ്മിലല്ല, LDFും BJPയും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് EP ജയരാജനെ താക്കീത് ചെയ്തില്ല? എന്തുകൊണ്ട് നല്ല സ്ഥാനാർത്ഥികളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ EP ജയരാജനെ താക്കീത് ചെയ്തില്ല? രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാര്യയുമായിട്ട് EP ജയരാജന് ബിസിനസ് ബന്ധമുണ്ടല്ലോ. ഒരു ബ്രാഞ്ച് സെക്രട്ടറി കഞ്ഞു കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു BJPക്കാരനായിട്ടോ അല്ലെങ്കിൽ മറ്റ് കോൺഗ്രസ്സുകാരായിട്ടോ ഒരു ബന്ധം സ്ഥാപിച്ചാൽ പാർട്ടി അറിയിക്കണമെന്ന് തെറ്റിദ്ധരുത്ത രേഖയിൽ എഴുതി വെച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ് EP ജയരാജൻ അത് ബാധകമല്ലാതെ വരുന്നത്? EP ജയരാജൻ കാണിക്കുന്ന ഈ പറയത്തിലുള്ള മുഴുവൻ ബിസിനസ് ബന്ധങ്ങളും അത് സ്ഥാനാർത്ഥികളെ പോലും ഒരു തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥികളെ എൻഡോസ് ചെയ്യുമ്പോൾ പോലും എന്തുകൊണ്ട് EP ജയരാജനെ തള്ളിപ്പറയുന്നില്ല? EP ജയരാജന്റെ വാക്കുകളാണ്. ഇതൊക്കെ ചോദ്യമാണ്. അത് മാത്രമല്ല, അതിനു മുമ്പ് ഇത് മാത്രമാണോ? അതിനു മുമ്പ് എത്ര പുകിലുകളിൽ കൊണ്ട് ഈ പാർട്ടിയെ ചാടിച്ചു EP ജയരാജൻ. അന്നൊക്കെ തിരുത്താമായിരുന്നില്ലേ? അപ്പോൾ ഇലക്ഷൻ്റെ അന്ന് മുഖ്യമന്ത്രിക്ക് പരസ്യമായി പറയേണ്ടി വരുമായിരുന്നു എന്നൊക്കെ ചോദ്യങ്ങളാണ്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. BN അസ്കറിലേക്ക് എത്തും മുമ്പ് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ രാജു പി നായർ, ഇന്നത്തെ കോൺഗ്രസിന്റെ നറേറ്റീവ് എന്തിന് ജാവദേക്കറെ മുഖ്യമന്ത്രി കണ്ടു? ഇന്നലെ മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് കേൾക്കാം. ജാവേദ്കറെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ എന്താ തെറ്റ്? എത്രയോ തവണ ജാവേദ്കറെ ഇപ്പം ഞാൻ കണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച ആ ഘട്ടത്തിൽ തന്നെ ഒരു ദിവസം ജാവേദ്കറോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പരമാവധി ശ്രമം നടത്തുകയാണല്ലേ, നമുക്ക് കാണാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അതാണ് എൻ്റെ മനസ്സിൽ. അത് ആ നിലക്ക് കാര്യങ്ങൾ പറയുമല്ലോ, അതൊന്നും ശത്രുതയിലല്ല, കാര്യങ്ങൾ എപ്പോഴും സംസാരിക്കുമല്ലോ. അങ്ങനെ ശ്രീ അസ്കർ, അവിടെ ഈ നന്ദകുമാറിനെ ജാവദേക്കർക്കൊപ്പം ഉണ്ടായതിലാണ് പിണറായി വിജയന് പ്രശ്നം. പാർട്ടി പടുക്കൽ മാത്രം ദൗത്യമായി എന്ന് പറഞ്ഞാൽ ജാവദേക്കർ ആ സമയത്ത് കേന്ദ്രമന്ത്രി സ്ഥാനമൊക്കെ ഒഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ കേരളത്തിൻ്റെ പ്രഭാരിയായി കേരളത്തിൽ ഇത്തരത്തിൽ ആളെ പിടിച്ചും അല്ലാതെയും ഒക്കെ പാർട്ടി വളർത്തൽ മാത്രം ദൗത്യമായി ജാവദേക്കർ കാണുന്നതിൽ കുഴപ്പമില്ല. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ചൂടിൻ്റെ ഈ അടുത്ത കാലത്ത് ജാവദേക്കറെ കണ്ടുവന്നും അങ്ങനെ സരസ സംഭാഷണങ്ങൾ നടത്തിയെന്നും പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അപ്പോൾ ജയരാജൻ മാത്രം എങ്ങനെയാണെന്നേ പാപിയുടെ കൂടെ കൂടി പാപിയായ ശിവനാകുന്നത്? ശ്രീ BN അസ്കർ. ഹാഷ്മി, ഇതിനെ കാണേണ്ടത് മറ്റൊരർത്ഥത്തിലാണ്. ഞാൻ വിചാരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും നിഷ്കളങ്കമായി മാധ്യമങ്ങളോടും പ്രവർത്തകരോടും ഇടപെടുന്ന ഒരു രാഷ്ട്രീയ നേതാവുണ്ടെങ്കിൽ അത് സഖാവ് EP ജയരാജൻ മാത്രമായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കത പലപ്പോഴും ദൗർബല്യമാവുകയും ആ ദൗർബല്യത്തിൻ്റെ പേരിൽ അദ്ദേഹം പലപ്പോഴും പഴി കേൾക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിൽ. അപ്പോൾ സ്വാഭാവികമായും പ്രകാശ് ജാവ്ദേക്കർ പോലുള്ള ഒരാളുമായി കേരള പ്രഭാരിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എങ്കിൽ ആ കൂടിക്കാഴ്ച നടത്തിയതിനെ സംബന്ധിച്ച് അദ്ദേഹം പാർട്ടിയെ അറിയിക്കാതിരുന്നിട്ടുണ്ട് എങ്കിൽ അത് ഒരു വലിയ ഗൗരവതരമായിട്ടുള്ള കുറ്റമായി തന്നെയാണ് കേരളത്തിലെ സംബന്ധിച്ച് അതിന്റെ പ്രവർത്തകർ പറയുന്നത്.
ശ്രീ BN ഇവിടെ SFIയുടെ ഏരിയ കമ്മിറ്റിയിലെ ഒരു സഖാവ് ഉണ്ടാവില്ലേ ഞാൻ പറയുന്നത് സാർ? SFIയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയ ഒരു സഖാവ് ഉണ്ടാവില്ലേ? ആ സഖാവിന് ഒരു ബോധ്യം ഉണ്ടാവില്ലേ? രാഷ്ട്രീയ എതിരാളി എന്താണ് വീട്ടിൽ അപ്പോൾ ഒരു കോളേജിൽ ABVP നേതാവ് എൻ്റെ റൂമിൽ വന്ന് കാണണ്ട എന്ന് പറയാൻ ആ SFIയുടെ ഏരിയ സെക്രട്ടറിക്ക് ഒരു ബോധം ഉണ്ടാവില്ലേ സാർ? ഇത് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും തലമുതിർന്ന ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് നിഷ്കളങ്കതയെ പറ്റി പറയുന്നു അങ്ങ് ശ്രീ അസ്കർ. അല്ല ഹാഷ്മി, ഇതിനെ കാണേണ്ടത് അത് വലിയ ഗൗരവതരമായിട്ടുള്ള കുറ്റമായി തന്നെയാണ് ഞാൻ കാണുന്നത്. ഒരു സംശയമില്ല. പാർട്ടിയും അങ്ങനെ തന്നെ വിലയിരുത്തുമെന്ന് തന്നെയാണ്. നമ്മുടെ ആ ചർച്ചകൾ തിങ്കളാഴ്ച കഴിയുമ്പോൾ അത്തരത്തിൽ തന്നെ ആ ചർച്ച ഗതിമാറും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പാർട്ടി ഇതിനെ വളരെ ഗൗരവത്തിൽ കാണും. കാരണം പ്രകാശ് ജാവ്ദേക്കർ പോലുള്ള ഒരാളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ട് ആ വിവരം പാർട്ടിയിൽ നിന്ന് മറച്ചു വയ്ക്കുകയും അനവസരത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ പോളിംഗ് ദിവസം രാവിലെ അദ്ദേഹം അത് വെളിപ്പെടുത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു കുറ്റകൃത്യമാണ്. അങ്ങനെയല്ല, തീരുമാനമെടുക്കേണ്ട മുഖ്യമന്ത്രിയുടെ പ്രശ്നം അവിടെ എന്താണ്? അല്ലെങ്കിൽ പരസ്യജാത മുഖ്യമന്ത്രിയുടെ പ്രശ്നം ജാവദേക്കറെ കണ്ടതല്ല. ജാവദേക്കറെ കാണുമ്പോൾ കൂടെ ഈ ദല്ലാൽ നന്ദകുമാർ ഉണ്ടായതാണ് പ്രശ്നം. ഇപ്പൊ പാർട്ടിയിലേക്ക് ക്ഷണിക്കാൻ പ്രകാശ് ജാവദേക്കർ EP ജയരാജന്റെ ഫ്ളാറ്റിലേക്ക് പോകുമ്പോൾ PR ശിവശങ്കറോ K സുരേന്ദ്രനോ ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് പ്രശ്നമല്ലെന്നേ. മുഖ്യമന്ത്രിയുടെ പ്രശ്നം ദല്ലാൽ നന്ദകുമാറിന്റെ കൂടെ പോയതേ ഉള്ളൂ. അല്ലാതെ കാണുന്ന എന്താ കുഴപ്പമെന്ന് മുഖ്യമന്ത്രി ചോദിക്കുകയാണ്. ഞാനും കാണാറുണ്ടല്ലോ, ഞങ്ങൾ തമാശയൊക്കെ പറയാറുണ്ടല്ലോ. ഈ BN അപ്പൊ ഈ പുറത്ത് കാണിക്കുന്ന ശത്രുതയൊക്കെ ഉള്ളൂ അല്ലേ? നേരിൽ കാണുമ്പോൾ ഇത്തരത്തിൽ അപ്പോൾ നിങ്ങളെല്ലാം അങ്ങ് നേടുമല്ലേ എന്നൊക്കെ തമാശ പറയാനും മാത്രം ഒരു എന്താണ് ഒരു തമാശ മൂടൊക്കെ ഉള്ളയാളാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ അസ്കർ. ഹാഷ്മി, പൊതുപ്രവർത്തകരാകുമ്പോൾ പരസ്പരം കാണുമ്പോൾ സംസാരിക്കണം, സംസാരിക്കാതിരിക്കരുത് എന്നൊക്കെ വാശി പിടിക്കുന്ന കാലഘട്ടത്തിലല്ല നാം ജീവിക്കുന്നത്. പക്ഷേ ഒരു പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ ബ്രാഞ്ച് സെക്രട്ടറിയോ കാണിക്കുന്ന ജാഗ്രത പോലും ഇക്കാര്യത്തിൽ സഖാവ് EP കാണിച്ചിട്ടില്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് എനിക്കുള്ളത്. ആ വിലയിരുത്തൽ തന്നെയായിരിക്കും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും എടുക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഏതു കൊലക്കൊമ്പനാണെങ്കിലും പാർട്ടിക്ക് പുറത്ത് അല്ലെങ്കിൽ ചാഞ്ഞ മരമായി കെട്ടിടത്തിന് മുകളിൽ വളർന്നാൽ അത് മുറിച്ചു കളയേണ്ട ഉത്തരവാദിത്വം പിണറായി വിജയന് ജാവദേക്കറുമായി കണ്ടത് പ്രശ്നമല്ല. അതിനെന്താ കുഴപ്പമെന്ന് പിണറായി വിജയൻ ചോദിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രശ്നം എന്താണ്? ദല്ലാൽ നന്ദകുമാർ കൂടെ പോയി. അതിന് കാരണം എന്താണ്? പഴയ ലാവലിൻ കാലത്ത് പാർട്ടിയുടെ എതിർചേരിൽ അദ്ദേഹം നിന്നു. അതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രശ്നം. അതല്ലാതെ ഈ പറയുന്ന ആശയം അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ BN ഇവിടെ കോൺഗ്രസ്സുകാരൊക്കെ BJPയിലേക്ക് പോകുന്നു എന്നൊരു നറേറ്റീവ് തുടക്കം മുതൽ ഉണ്ടാക്കി അതിൽ മാത്രം ഊന്നി എന്നൊരു പ്രചരണകാലത്തിനൊടുവിൽ അന്ന് രാവിലെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം എൻ്റെ വീട്ടിലേക്ക് ജാവദേക്കർ വന്നിരുന്നു എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷവും മുഖ്യമന്ത്രിക്ക് അതൊരു പ്രശ്നമല്ലെങ്കിൽ പിന്നെ ആർക്കാണ് പ്രശ്നം BN ഹാഷ്മി, ഈ ഒരു ഡസനിലധികം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ BJPയുമായി ഇത്തരത്തിൽ ചാഞ്ചാട്ടവുമായി ബന്ധപ്പെട്ട് രഹസ്യ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനല്ലേ? അപ്പോൾ സ്വാഭാവികമായും ആ പറഞ്ഞ ആളുകൾ ഇന്നത്തെ കോൺഗ്രസ് നാളെ BJP ആകുന്നു എന്നുള്ള അർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസും ഇന്ത്യയിലെ കോൺഗ്രസും ചെന്നെത്തപ്പെട്ടിരിക്കുകയല്ലേ? ചൂരട്ടിൽ അവസാനമായി നോമിനേഷൻ പോലും പിൻവലിപ്പിക്കപ്പെടുന്ന തരത്തിലേക്ക് തള്ളപ്പെടുന്ന തരത്തിലേക്ക് ഈ പറയുന്ന 10-45 ദിവസം നമ്മുടെ ചാനൽ ചർച്ചയിൽ വരുന്ന എല്ലാ നേതാക്കളും പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നുള്ളതല്ലേ സാർ? അവിടെ പാർലമെന്റ് ക്യാൻറ്റീനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചിട്ട് NK പ്രേമചന്ദ്രൻ ഒരു ചായ കുടിക്കാൻ പോയതിനെ അവിടെ കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയമാക്കിയ പാർട്ടിയാണ് CPM എന്ന് പറഞ്ഞാൽ ഇന്ന് NK പ്രേമചന്ദ്രൻ പറയുകയാണ് അവിടെ കോൺവെന്റുകൾ കയറി അല്ലെങ്കിൽ ന്യൂനപക്ഷം കേന്ദ്രീകരിക്കുന്ന സ്ഥലത്ത് മൊത്തം കയറി ധനമന്ത്രി KN ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ ഈ പ്രചരണം ഉന്നയിച്ചു. എന്താണ്? ജയിച്ചു കഴിഞ്ഞാൽ പ്രേമചന്ദ്രൻ BJPയിലേക്കാണ് എന്ന പ്രചരണം ലഘുലേഖ അടക്കമടിച്ച് അവിടെ വിതരണം ചെയ്ത് പ്രചരിപ്പിച്ചു. അങ്ങനെ പ്രചരിപ്പിച്ച ഒരു പാർട്ടിയുടെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം തെരഞ്ഞെടുപ്പിനന്ന് രാവിലെ ജാവദേക്കറിന്റെ വീട്ടിൽ വന്ന് കണ്ടു എന്ന് സ്ഥിരീകരിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് പ്രശ്നമല്ല. മുഖ്യമന്ത്രിയുടെ പ്രശ്നം നന്ദകുമാർ മാത്രമാണ്. ഒരു പ്രശ്നം അവിടെ ഉണ്ട് ശ്രീ BN ഒരു പ്രശ്നം അവിടെ ഉണ്ട്. ഹഷ്മി, നിങ്ങളിപ്പോൾ ഈ ചർച്ചയെ വഴിതിരിച്ചു വിടുന്നത് EP ജാവ്ദേക്കറുമായി കണ്ടതാണ്. ജാവ്ദേക്കറെ പോലുള്ള ഒരാൾ ഇങ്ങനെ ഭീഷണിയും അല്ലെങ്കിൽ സ്വാധീനവും ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ കൊടുത്ത് രാഷ്ട്രീയ നേതാക്കന്മാരെ വിലയ്ക്ക് വാങ്ങുന്നതിന് നിങ്ങൾക്കൊരു രാഷ്ട്രീയ ചർച്ചയെ ആവുന്നില്ല എന്നിടത്താണ് നിങ്ങളുടെ കപട ദേശീയതയും എന്നെ ഒന്ന് വിലയ്ക്ക് വാങ്ങോ എന്ന് പറഞ്ഞ് നിൽക്കുന്നിടത്തോട്ടെ പണച്ചാക്കുമായി ജാവദേക്കർ പോകൂ. സാർ എന്നെ ഒന്ന് വിലയ്ക്ക് വാങ്ങോ. ഇപ്പൊ രാജു പി നായരുടെ പോവോ ജാവദേക്കർ? സാർ രാജു പി നായരുടെ പോവോ ജാവദേക്കർ? പണച്ചാക്കുമായിട്ട് പോവില്ല. എന്നെ ഒന്ന് വിൽക്കോ എന്ന് പറഞ്ഞ് കൊതിയോടുകൂടി നോക്കി നിൽക്കുന്ന മനുഷ്യരടുത്തേക്ക് പോകും അങ്ങോട്ടേക്ക് ഇവരൊക്കെ.
അങ്ങനെ അങ്ങനെ പ്രൈസ് ചെയ്ത് നിരത്തി നിർത്തിയിരിക്കുന്ന ഒരു നേതാക്കന്മാരും CPIM ഇല്ല. അങ്ങനെ ആരെങ്കിലും അങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിൽ ആഗ്രഹമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മോഹങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ പാർട്ടിക്കറിയാം നിലയ്ക്ക് നിർത്താനും പാർട്ടിക്കറിയാം നടപടിയെടുക്കാനും. അത് ചെയ്തിട്ടുള്ള പാർട്ടിയാണെന്നേ. അങ്ങനെ നടപടിയെടുത്തിട്ടുള്ള പാർട്ടിയാണ് CPIM. അങ്ങനെ തന്നെയാണ് കേരളത്തിലും ഇന്ത്യയിലും CPIM പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അങ്ങനെ ഒരു നിലപാട് തന്നെയായിരിക്കും പാർട്ടി എടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാവുന്ന കാഴ്ചയില്ലേ. അത് കാത്തിരുന്ന് കാണാം. അനുഭാവികളും സാർ, അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ അതിന്റെ അക്രാമകമായ എല്ലാ വഴികളിൽ കൂടിയും സഞ്ചരിച്ച ആ കാലത്തെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന പാർട്ടിയുടെ പ്രധാന ഫണ്ട് കളക്ടർ എന്നറിയപ്പെടുന്ന പാർട്ടി പത്രത്തിന് ചുമതലക്കാരനായിരുന്ന ഈ പറഞ്ഞ വ്യാപാരി ആ സമിതിയുടെ നേതാവായിരുന്ന പാർട്ടി രഹസ്യങ്ങൾ അടിമുടി അറിയാവുന്ന ഡീപ് റൂട്ടഡ് നേതാവിനെ പുറത്തേക്ക് കളയും എന്നങ്ങ് നിഷ്കളങ്കമായി വിശ്വസിക്കണം. നമുക്ക് കാത്തിരുന്ന് കാണാം. ശ്രീയാസ്കർ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ PR ശിവശങ്കർ, ശരി, മറ്റു രാഷ്ട്രീയക്കാരെ അടർത്തിയെടുക്കൽ, അത് കേസിൽ കുടുക്കിയാണെങ്കിലും കാശെറിഞ്ഞാണെങ്കിലും പദവി കൊടുത്താണെങ്കിലും നിങ്ങളുടെ ദേശീയ നയമാണ്. പ്രതിപക്ഷം പറയുന്നത് പോലെ EP-യുമായി നടത്തിയ ചർച്ച പാർട്ടി അറിഞ്ഞാണെന്ന് സമ്മതിക്കുന്നുണ്ട് K. സുരേന്ദ്രൻ. EP-യെ പോലൊരു CPM ഉന്നത നേതാവിനെ പാർട്ടിയിലേക്ക് ക്ഷണിക്കാൻ ജാവദേക്കർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴും കൂടെ കൂട്ടുന്നത് ആരെയാണ്? ഗോവിന്ദമാഷ് ഫ്രോഡെന്നും K. സുരേന്ദ്രൻ വിഗ്രഹമോഷ്ടാവെന്നും വിളിച്ച പവർ ബ്രോക്കറെ. സർ, K. സുരേന്ദ്രനേക്കാളും സംഘടനാ സെക്രട്ടറിയേക്കാളും PR ശിവശങ്കർ അടക്കമുള്ള നേതാക്കളെക്കാളും കേന്ദ്ര നേതൃത്വത്തിന് വിശ്വാസം ഈ ദല്ലാളിനെയാണെന്ന തിരിച്ചറിവ് നിങ്ങൾക്കൊരു നാണക്കേട് ഉണ്ടാക്കുന്നുണ്ടോ ശ്രീ PR ശിവശങ്കർ? ഹാഷ്മി, അതിനു മുൻപ് ഈ ചർച്ചയുടെ ഒരു ഗതി തന്നെ എനിക്ക് തോന്നുന്നത് ഹാഷ്മി എല്ലാം ആഗ്രഹിക്കുന്നത് CPM-ഉം BJP-യും അല്ലെങ്കിൽ CPM-ഉം കോൺഗ്രസും അത്തരത്തിലുള്ള നേതാക്കളുമായി നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെടണമെന്നും കണ്ടാൽ വർത്താനം പറയരുതെന്നും അതല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടു കഴിഞ്ഞാൽ അന്യോന്യം ആക്രമിക്കണം എന്ന രീതിയിലാണ് ഇപ്പോൾ ചർച്ച പോകുന്നത്. ഇത്തരം ചർച്ച എനിക്ക് തോന്നുന്നില്ല ഒരു ജനാധിപത്യ കേരളത്തിന് ഗുണകരമാണെന്ന്. ഞാൻ മനസ്സിലാക്കുന്ന രാഷ്ട്രീയത്തിൽ തൊട്ടുകൂടായ്മ വേണമെന്ന് എന്തിനാണ് നിർബന്ധം പിടിക്കുന്നത്? രാഷ്ട്രീയത്തിൽ സുഹൃത്തുക്കളായിക്കൂടെ? ഇപ്പം ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യം പറയാം. എൻ്റെ സുഹൃത്തുക്കളിൽ എമർജൻസി കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മൊബൈലിൽ കൊടുത്തേക്കുന്നത് CPM-ൻ്റെ ഒരു കൗൺസിലറിൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ്. അതുപോലെ തന്നെ എൻ്റെ ബിസിനസ്സിൽ എൻ്റെ ഫസ്റ്റ് പാർട്ട്നേഴ്സ് എൻ്റെ SFIയുടെ കാലഘട്ടത്തിൽ എന്നെ ശക്തമായി എതിർക്കുകയും പ്രതിഷേധിക്കുകയും ഞങ്ങളൊക്കെ ഇന്നും രാഷ്ട്രീയമായി രണ്ട് ഭാഗത്ത് നിൽക്കുന്നവരായിരുന്നു എൻ്റെ ആദ്യകാല പാർട്ട്നേഴ്സ്. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ പാടില്ല എന്നും കണ്ട് ഈ ചൈനീസ് സിനിമയുടെ തുടക്കം മുതലേ അന്യോന്യം ആക്രമിക്കപ്പെടുന്ന ഒരു നേതാവും വില്ലനും പോലെ അല്ലെങ്കിൽ ഹീറോയും വില്ലനും പോലെ ആവണം കേരള രാഷ്ട്രീയമെന്ന് ശഠിക്കുന്ന ആൾക്കാർക്കാണ് മനോരോഗമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്തരം ചർച്ചകൾ ഇപ്പം ബാക്കിയുള്ള കാര്യമൊക്കെ വിടും, ഈ ചർച്ചകൾ കാണുന്നവരെ നിങ്ങൾ നയിക്കുന്നത് ആളെടുത്ത് വെട്ടണം അല്ലെങ്കിൽ രാഷ്ട്രീയ ഭേദമില്ലാതെ അങ്ങനെ സൗഹൃദം പൂത്തുലയട്ടെന്ന് തന്നെയാണ് നിലപാട്. സർ, രാഷ്ട്രീയ ഭേദമില്ലാതെ അങ്ങനെ സൗഹൃദം പൂത്തുലയട്ടെ എന്ന് തന്നെയാണ് നിലപാട്. പക്ഷെ പുറത്തു വന്ന് അണികളെ പറ്റിക്കാൻ ഈ പറഞ്ഞ രോഷം കാണിക്കരുത്, അത്രേ ഉള്ളൂ. പുറത്തു വന്ന് പാവം അണികളെ പറ്റിക്കാൻ, ഈ പാർട്ടി നേതാക്കൾക്ക് വേണ്ടി കത്തിയെടുത്ത് കുത്താനിറങ്ങുന്ന പാവം അണികളെ പറ്റിക്കാൻ ഈ രോഷം കാണിക്കരുത്. അല്ലല്ല, അത് അല്ല രോഷം ചില കാലഘട്ടങ്ങളിൽ അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറുകയല്ലേ വേണ്ടത്? അത്തരം നേതാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ അത് തിരുത്തപ്പെടുകയല്ലേ വേണ്ടത്? എപ്പോഴും മാനുഷികമായ പരിഗണന അല്ലെങ്കിൽ കൂടുതൽ മനുഷ്യത്വത്തിലേക്കുള്ള യാത്രയാണല്ലോ മനുഷ്യൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അല്ലാണ്ട് പണ്ട് അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്കറിയില്ല. ഒന്ന്, അത് ഒരു എൻ്റെ ഒരു ജനങ്ങൾ നിശ്ചയിക്കട്ടെ. അത്തരത്തിൽ രണ്ട് ആടുകളെ തമ്മിൽ ഇടിക്കുമ്പോൾ അതെ അല്ല, അത് ഒരു തത്വം കൂടി ഉണ്ട്. രണ്ടാടുകൾ ഇടിക്കുമ്പോൾ ഒരു ചെന്നായുടെ കണ്ണ് ചിലരില്ലെങ്കിലും ഞാൻ കാണുന്നു എന്നും കൂടി ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അത്തരം ചെന്നായ്ക്കളല്ല ജനാധിപത്യത്തിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലും രാഷ്ട്രീയത്തിലും വേണ്ടതും വിശ്വസിക്കേണ്ടതും മുന്നോട്ട് നയിക്കേണ്ടതും. അവരുടെ വാഗ്ധോരണികളിലും നിരന്തരം അവരുന്നയിക്കുന്ന ഇത്തരത്തിലുള്ള വലിയ വാചകമടിയിലും കേരളത്തിലെ ജനത വീഴരുത് എന്നുകൂടി ഞാൻ അവിശുദ്ധ സൗഹൃദമാണെന്ന് പ്രതിപക്ഷം പറയുന്നത് താങ്കൾ ഇത്ര വൈകാരികമായി അങ്ങനെ ഹർട്ടാക്കേണ്ട കാര്യം എന്താണ് ശ്രീ PR ശിവശങ്കർ? താങ്കൾ BJP-യുടെ പ്രതിനിധിയല്ലേ, താങ്കൾക്ക് അത് പറഞ്ഞാൽ പോരെ? ഞാൻ വൈകാരിക പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ പ്രതിപക്ഷത്തെ തീർച്ച അങ്ങ് BJP-യുടെ പ്രതിനിധി CPM ചർച്ചയിലേക്ക് ആളെ വിടുന്നില്ല. പക്ഷേ ഒരു CPM പ്രതിനിധിയുടെ മേലങ്കി എടുത്തിട്ട് അങ്ങ് മറുപടി പറഞ്ഞത് എന്തിനാണ്? ഞാൻ രാഷ്ട്രീയക്കാരൻ്റെ മേലങ്കി അണിഞ്ഞേ ഉള്ളൂ. മേലങ്കി അണിഞ്ഞ് അതെൻ്റെ ശരീരത്തിലുണ്ടല്ലോ.
CPM-കാരും എൻ്റെ സഹോദരന്മാരാണ്, ഒരു സംശയമില്ല. അത്തരത്തിൽ ക്രൂരത കാണിക്കുന്നവരോട് ക്രൂരത കാണിക്കേണ്ടി വരും, രാഷ്ട്രീയമായി എതിർക്കേണ്ടവർ രാഷ്ട്രീയമായിട്ട് എതിർക്കേണ്ടി വരും. അതല്ലാതെ അവരും സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തിക്കുന്നത് ഞാൻ അദ്ദേഹം ഇപ്പോൾ EP-യുടെ ആണല്ലോ ചർച്ചാ വിഷയം. EP-യുടെ കാര്യത്തിൽ നോക്കൂ, EP സത്യത്തിൽ നിങ്ങൾ ശക്തമായി പ്രതിഷേധിക്കേണ്ടിയിരുന്നത് സത്യത്തിൽ EP മാർച്ച് 2003 4 മാർച്ച് 2003 അദ്ദേഹം നടത്തിയൊരു പ്രസ്താവനയുണ്ട്. പിണറായി വിജയൻ്റെ കുടുംബം ഈ നാടിൻ്റെ ഐശ്വര്യമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കി. സത്യത്തിൽ എന്നെ കൂടുതൽ വേദനിപ്പിച്ചല്ല, ഏറ്റവും കളിയാക്കിയതും ഈ CPM-നെ ഏറ്റവും കളിയാക്കിയവരുടെ പ്രസ്താവനയായിട്ട് ഞാൻ അന്ന് കരുതിയിരുന്നു. അന്ന് ശക്തമായ നടപടിയെടുക്കുമെന്ന് കരുതിയിരുന്നു. EP-യുടെ അത്തരത്തിൽ അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, EP-യെ അത്ര വേഗത്തിൽ അല്ലെങ്കിൽ MVR-നെ കളഞ്ഞതുപോലെയൊന്നും CPM-ന് കളയാൻ പറ്റില്ല. കാരണം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹി ഈസ് മച്ച് 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 പവർഫുൾ ദാൻ ദാറ്റ്. ഒരുപക്ഷെ പിണറായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിണറായിയുടെ ഒപ്പം പവർഫുള്ളാണ്. അതുകൊണ്ട് EP-യെ തൊടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. EP-യിൽ കാണുന്ന നന്മ അദ്ദേഹത്തിന് വേണമെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പറയാമായിരുന്നു. അദ്ദേഹം തിരഞ്ഞെടുപ്പിൻ്റെ അന്ന് പറഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന് ജനങ്ങളോടുള്ള ഒരു അക്കൗണ്ടബിലിറ്റി ആയിട്ട് വേണമെങ്കിൽ അതിനെ കാണാം. ജനങ്ങളോട് ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നു എന്നുള്ളതും കാണാമല്ലോ. അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ CPM-ൻ്റെ ഇതിനായിട്ട് പറയല്ല, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇത് ജനങ്ങളുടെ മുൻപിൽ മറ്റൊരു വാതിലും കൂടെ തുറന്നിടുന്നുണ്ട്. ഇത് BJP-യുമായി ആരെങ്കിലും ബന്ധപ്പെട്ടാൽ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, പിണറായി തന്നെ പറയുന്നുണ്ട്, ശ്രീ പിണറായി വിജയൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ജാവ്ദേക്കറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അതിനു മുമ്പ് പരസ്യമായി ഇവിടെ വന്ന നിതിൻ ഗഡ്കരിയുമായിട്ട് അദ്ദേഹം പല രീതിയിൽ വ്യക്തിപരമായി ബന്ധമുണ്ട്. ഇതെല്ലാം തെറ്റാണ് എന്നും ഇതൊന്നും പാടില്ല എന്നും പരസ്പരം നേരത്തെ പ്രേമചന്ദ്രന് നരേന്ദ്രമോദിയെ കാണാൻ പറ്റില്ല, അതിനു മുമ്പ് ശ്രീ ഷിബു ബേബി ജോണിന് നരേന്ദ്രമോദിയെ കാണാൻ പറ്റില്ല, പിണറായി വിജയന് ഗഡ്കരിജിയെ കാണാൻ പറ്റില്ല. ഇത്തരങ്ങൾ ചട്ടങ്ങളും നിയന്ത്രണങ്ങളും വയ്ക്കാൻ നമ്മൾ ആരാണ്? അവർ വ്യക്തിപരമായി കൂടുതൽ ബന്ധങ്ങളും ഉണ്ടെങ്കിൽ നല്ലതല്ലേ? ശരി ശരി. അപ്പൊ ഇനി ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും ഏത് തരത്തിൽ വ്യവഹാരമാണെങ്കിലും അവരുടെ സ്വകാര്യ കാര്യമാണ്, അത് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരണം. അത് വേറെ ആസ്പെക്ടാണ്, താങ്കൾ പറഞ്ഞത് വേറെ ആസ്പെക്ടാണ്. ഇടതുപക്ഷ ആസ്പെക്ട് ആണോ സംശയമുണ്ട് എനിക്ക്. അല്ല, അതുകൊണ്ട് എന്തെങ്കിലും കേരളത്തിൽ നഷ്ടമുണ്ടായോ? അതൊരു ഇടതുപക്ഷ കൺസെപ്റ്റ് ആണോ സംശയമുണ്ട്. അല്ല, ഞാൻ അതൊരു ഇടതുപക്ഷ കൺസെപ്റ്റ് ആണോ? കേരളത്തിന് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഞാൻ BN അസ്കറിനോട് ചോദിച്ചത് ഒരു ഇടതുപക്ഷ പരിപ്രേക്ഷ്യത്തിൽ നിന്നാണ് ചോദിച്ചത്. പിണറായി പറഞ്ഞത്, ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് അല്ലല്ല, അത് നമ്മൾ അത് ഇടതുപക്ഷക്കാർ ഇപ്പോൾ ശ്രീ പിണറായി വിജയനും ഗോവിന്ദൻ മാസ്റ്ററും അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓവർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ തീരുമാനം അതാണ്. BJP-ക്കും അത്തരത്തിൽ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഇരുന്നു കൊണ്ട് നിരന്തരം അത് ജനങ്ങൾക്ക് തെറ്റായ സന്ദേശം. എന്റെ ചോദ്യത്തിലേക്ക് വരൂ. എന്തുകൊണ്ടാണ് ജാവദേക്കർ അറ്റ്ലീസ്റ്റ് PR ശിവശങ്കറിനെങ്കിലും കൂട്ടി EP ജയരാജനെ കാണാൻ പോകാൻ തീരുമാനിക്കാത്തത്? എന്തിനാണ് ഈ പറയുന്ന ഗജ ഫ്രോഡ് എന്ന് വിളിക്കുന്ന ഒരാളെ കൂടി ജാവദേക്കർ പോകുന്നത്? നിങ്ങളെക്കാൾ വിശ്വാസം ജാവദേക്കർക്ക് അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിന് ഈ നന്ദകുമാറിനെയാണോ? ഞാൻ ഓരോരുത്തരോടുള്ള വിശ്വാസം ഓരോരോ ഫ്രേസുകളിലാണ് അല്ലെങ്കിൽ ഓരോരോ രീതിയിലാണല്ലോ. ഇപ്പോൾ ചിലർക്ക് ചില ഭാഷയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ സ്വന്തം അയൽവക്ക പല പല കാര്യങ്ങളുണ്ടാവാം. ചിലർക്ക് ചിലരോടുള്ള ബന്ധം, അതിപ്പോൾ എനിക്ക് വ്യക്തിപരമായി ചിലപ്പോൾ ഹഷ്മിയോടോ അല്ലെങ്കിൽ രാജു പി നായരോടോ ബന്ധമുണ്ടെന്ന് വെച്ചാൽ മറ്റൊരു BJP നേതാവിന് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങളാണ്. പ്രകാശ് ജാവദേക്കറോട് ചോദിച്ചു, ജാവദേക്കർ പറഞ്ഞു ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതാണ്, രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് EP ജയരാജനെ കാണാൻ പോയത്, അതെല്ലാ കാര്യം വെളിപ്പെടുത്താൻ കഴിയില്ല. K. സുരേന്ദ്രൻ പറയുന്നു ശരിയാണ്, ഞങ്ങൾ ചർച്ച നടത്തി, അത് EP-യെ BJP-യിൽ കൊണ്ടുവരാൻ ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയ ചർച്ച നടക്കുന്ന ഒരിടത്ത് പവർ ബ്രോക്കർക്ക് എന്താണ് കാര്യം? PR ശിവശങ്കർ ഒന്നുകിൽ ശിവശങ്കറിനോ അല്ലെങ്കിൽ K. സുരേന്ദ്രനോ ഒക്കെ അല്ലേ അവിടെ കാര്യം ഉണ്ടാവേണ്ടത്? അല്ല, ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ഓരോരോ വഴികൾ തുറന്നു കൊടുക്കാൻ ഓരോരോ രീതികളുണ്ടാകും. അതൊരോ വ്യക്തികൾക്കും വ്യക്തിയ രീതികളുണ്ടാകും. ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ പ്രകാശ് ജാവ്ദേക്കർ അത് വ്യക്തമായി പറഞ്ഞു. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു, അദ്ദേഹം കൂടെ യാത്ര ചെയ്തിരുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അത് തീർച്ചയായിട്ടും ഈ പറയുന്ന അന്വേഷണത്തിൽ അതുകൂടെ വരും. അദ്ദേഹത്തിന് അത് തുറന്നു പറയേണ്ട കാര്യമുണ്ടായിരുന്നു, അദ്ദേഹം തുറന്നു പറഞ്ഞു. ശ്രീ സുരേന്ദ്രനും അതുപോലെ തന്നെ BJP-യുടെ സമുന്നതരായ നേതാക്കൾക്ക്, ഇപ്പം എന്നെ പോലുള്ള ആൾക്കാർക്കല്ല, സീനിയർ നേതാക്കൾക്ക് അത് അറിയാമായിരുന്നു എന്നുമാണ് മനസ്സിലാക്കുന്നത്. ജാവദേക്കറും നന്ദകുമാർ ബന്ധം എന്താണെന്ന് ആർക്കും അറിയില്ല കേട്ടോ. ജാവദേക്കർ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നന്ദകുമാറിന്റെ ഇന്നോവയിൽ കയറി പോകുന്നുണ്ട്. ജാവദേക്കർ പല സന്ദർശനങ്ങൾ നന്ദകുമാറുമായി നടത്തുന്നുണ്ട്. ജാവദേക്കർ നന്ദകുമാറിനെ കൂട്ടി EP-യുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. നന്ദകുമാറിന് വിഗ്രഹമോഷ്ടാവെന്ന് K. സുരേന്ദ്രൻ വിളിക്കുന്നുണ്ട്. വിഗ്രഹമോഷ്ടാവുമായി നിങ്ങളുടെ കേരളത്തിലെ പ്രഭാരിക്ക് എന്താണ് ബന്ധം എന്നുള്ള കാര്യം ഇപ്പോഴും ആർക്കും അറിയില്ല. അത് പറയേണ്ടത് ജാവദേക്കറാണ്. അത് പറയേണ്ടത് ജാവദേക്കറാണ്. അല്ലല്ല,
അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അത്. ഇല്ലല്ല, ഒന്നും പറഞ്ഞില്ല അദ്ദേഹം. ഈ നന്ദകുമാറിന്റെ ബന്ധത്തിൽ ഒന്നും പറഞ്ഞു കഴിഞ്ഞില്ല. പേപ്പറിലൊക്കെ ഉണ്ട് തന്നെ അത്. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. അങ്ങനെ ഒന്നും പറഞ്ഞു. എന്റെ ചോദ്യം, ഇ.പിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നന്ദകുമാറാണ് കൂടെ ജാവദേക്കറുടെ. എന്താണ് പ്രസക്തി, എന്താണ് പ്രസക്തി എന്ന് ചോദ്യം ഉണ്ടല്ലോ അവിടെ. ശരി, അങ്ങനെയൊക്കെ എത്താം. ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ ശരി, ഇവിടെ സൗഹൃദം പൂത്തുലയട്ടെ. ശരി, ശ്രീ ജാവദേക്കർക്ക് സെക്യൂരിറ്റി ഒന്നും ഇല്ല, അദ്ദേഹത്തിന്റെ കൂടെ ആരെങ്കിലും കൂടെ പോയിട്ടുണ്ടാവും. ആ, എന്റെ ചോദ്യം, ആരെങ്കിലും ആവേണ്ടതുണ്ടോ? ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയ നേതാവ് ആവേണ്ടതില്ലേ? രാഷ്ട്രീയ പ്രവർത്തനം ശരി, ഇപ്പം നിങ്ങളുടെ ഭാഗത്ത് ആളെ കൂട്ടുക എന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകുമ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞ വിഗ്രഹമോഷ്ടാവിനെയാണ് കൊണ്ടുപോകേണ്ടത്. പോട്ടെ, അത് വിട്ടേക്കാം. ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ സൗഹൃദം പൂത്തുലയട്ടെ, ഒരു പ്രശ്നവുമില്ല. രാഷ്ട്രീയ ഭേദമില്ലാതെ എന്താണ് പഴയ ഇടത് പ്രത്യയശാസ്ത്ര ശാഠ്യങ്ങളിൽ നിൽക്കാതെ നിതിൻ ഗഡ്കരിജിയുമായി പ്രകാശ് ജാവദേക്കർജിയുമായി സൗഹൃദം പൂത്തുലയട്ടെ. ശ്രീ CR, ഇവിടെ കൂടിക്കാഴ്ച നടന്നു ദല്ലാൾ പറഞ്ഞു, അത് ഇ.പിയും ജാവദേക്കറും സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ നന്ദകുമാർ എന്താണ് ഗോവിന്ദമാഷ് പറഞ്ഞ എത്രയെത്ര ഫ്രോഡാണെങ്കിലും അദ്ദേഹം പറഞ്ഞ ബാക്കി കാര്യങ്ങൾ കൂടി മുഖവിലേക്ക് എടുക്കണമല്ലോ. പറയുന്നത് എന്താണ്? ലാവ്ലിൻ കേസ് കോടതിയിൽ കൺസീഡ് ചെയ്യാം, സ്വർണ്ണക്കടത്തടക്കം അന്വേഷണങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാം, 2026 ഒരിക്കൽ കൂടി കേരളത്തിൽ CPM-നെ അധികാരത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കാം. ഒറ്റ കാര്യം എന്താണ്? തൃശ്ശൂരിൽ ഒറ്റ സീറ്റിന് സഹായിക്കണം. അപ്പോൾ ഈ അന്വേഷണം നടത്തി ഈ പറയുന്ന കാര്യങ്ങൾ, കരുവന്നൂരടക്കമുള്ള കാര്യങ്ങളിൽ സത്യം പുറത്തു വരുമെന്ന് കരുതിയിരിക്കുന്നവർ പൊട്ടന്മാർ, മണ്ടന്മാർ. CR നീലകണ്ഠൻ, അല്ല, നമ്മുടെ രാഷ്ട്രീയം എത്രത്തോളം തരം താഴ്ന്ന് അതിന് മണ്ണിനടിയിൽ, മണ്ണ് നല്ലൊരു സാധനമാണ്, അതിനൊക്കെ അടിയിൽ പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ വിഷമമുണ്ട്. പക്ഷേ ഏറ്റവും തരം താഴ്ന്ന് ഏറ്റവും മോശപ്പെട്ട ചാണകക്കുഴി എന്ന് പറഞ്ഞാൽ പോലും പോരാ, അതിനേക്കാൾ താഴ്ന്ന അവസ്ഥയിൽ നമ്മുടെ രാഷ്ട്രീയം എത്തി നിൽക്കുന്നു. എനിക്ക് ഇടതുപക്ഷം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു വാല്യൂ ചിരിച്ച് ചത്തുവോ? എത്ര കൊല്ലായി ഇത് നമ്മൾ കാണുന്നു, എത്ര കൊല്ലം. ഈ ജയരാജന് എത്ര പ്രാവശ്യം ഇതുപോലെ കാര്യങ്ങൾ പറ്റിയിട്ടുണ്ട്. സാന്റിയാഗോ മാർട്ടിൻ, ഞാനത് ഓരോന്നായിട്ട് പറയണ്ട, സാന്റിയാഗോ മാർട്ടിൻ മുതൽ വൈദികം റിസോർട്ട് വരെ ഉള്ള കാര്യം. അപ്പോൾ അങ്ങനെ രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്നറിയോ? പിണറായി വിജയൻ, ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യം. പിണറായി വിജയൻ ഇല്ലായിരുന്നെങ്കിൽ കേരളം, എല്ലാവരും പിണറായി വിജയനെതിരെയാണ് പറയുന്നത്. പിണറായി വിജയൻ്റെ രക്ഷാ കവചമായി ഏറ്റവും കൂടുതൽ പൊതുസമൂഹത്തിൽ വന്ന ആളാണ് ജയരാജൻ. എത്ര പ്രാവശ്യം അദ്ദേഹം ഈ തെമ്മാടിത്തരം, അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷത്തിന് യോജിക്കാത്തത്. ഇപ്പം അത് കുഴപ്പമില്ല, പിണറായി പക്ഷത്തിന് ഇടതുപക്ഷം എന്ന പേരില്ല എങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ അക്സർ പറയുന്ന മാതിരി വലിയ പ്രിൻസിപ്പിൾ, എനിക്ക് ചിരിയാ വരണേ. കേരളത്തിൽ നിന്ന് കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ പോയിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ അക്സറെ, കേരളത്തിൽ നിന്ന് ഒരു സിറ്റിംഗ് MLA പോയിട്ടുണ്ട് BJP-യിലേക്ക്. അത് ഏത് പാർട്ടിയുടെ MLA ആയിരുന്നു എന്നറിയാമോ? കേരളത്തിൽ നിന്ന് ഒരു മുൻമന്ത്രിയും MP-യുമായ ഒരാൾ BJP-യിലേക്ക് പോയി മത്സരിച്ചിട്ടുണ്ട്. അത് ഏത് പാർട്ടിയുടെ ആയിരുന്നു എന്നറിയോ? കോൺഗ്രസിൽ നിന്ന് എനിക്ക് മനസ്സിലായിടത്തോളം ഇതുവരെ ഒരു മുൻ MP-യോ ഒരു MP-യോ അല്ലെങ്കിൽ ഒരു MLA-യോ മുൻ MLA-യോ പോലും ഇതുവരെ BJP-യിലേക്ക് പോയിട്ടില്ല. CPM-ൽ നിന്നാണ് പോയിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ വിഷയം, ഇപ്പോൾ നേരത്തെ ഹാഷ്മി ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്താണ് ജയരാജന് ഇവരുമായി ചർച്ച ചെയ്യാനുള്ളത്? എന്താണ് നന്ദകുമാറും ജയരാജനും തമ്മിലുള്ള ബന്ധം ചെറിയ ബന്ധമൊന്നുമല്ലല്ലോ. നമുക്കറിയാം, പാർട്ടിയുടെ പരിപാടി നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാതെ നന്ദകുമാറിൻ്റെ വീട്ടിൽ ഒരു സ്വകാര്യ ചടങ്ങിന് വന്ന ആരോഗ്യ പ്രശ്നമുള്ള ഇ.പി. ജയരാജൻ. പിന്നെ അദ്ദേഹത്തിന് എപ്പോഴോ ഏതോ ഒരു സ്ഥലത്ത് വെച്ച് നവകേരള സദസ്സ് എന്ന് പറഞ്ഞ് പിണറായി വിജയനും സർക്കാരും ഇടതുപക്ഷവും ആഘോഷിച്ച ആ പരിപാടിയിൽ പോലും പങ്കെടുക്കാൻ സമയം കിട്ടാതെ നന്ദകുമാറിൻ്റെ വീട്ടിലായിരുന്നു ശ്രീ സഖാവ് ജയരാജൻ എന്ന കാര്യം ഇപ്പോഴൊന്നും അല്ലല്ലോ അറിയണേ. ഇപ്പോൾ ഗജഫ്രോഡാണ്, മറ്റതാണ്, മറിച്ചതാണ്. ഈ നന്ദകുമാറിൻ്റെ വീട്ടിൽ പോയ ജയരാജനോട് എപ്പോഴെങ്കിലും ഒരു വാക്ക്, നിങ്ങൾ എന്താ പാർട്ടി പരിപാടിക്ക് വരാതെ നന്ദകുമാറിൻ്റെ വീട്ടിൽ പോയി എന്ന് ചോദിക്കാനുള്ള തൻ്റെ ഇടമുള്ള ഒരു നേതാവ് CPM-ലില്ല. പ്രശ്നം അതാണ്. ഇത് മുഴുവൻ ഒപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഈ എല്ലാവിധ തട്ടിപ്പുകൾക്കും, നേരത്തെ പറഞ്ഞ എല്ലാം, അതൊന്നല്ല, CMR-ലെ കൊടുബിലിറ്റിയാണ്. അതിനു മുമ്പ് ലാവ്ലിൻ മുതൽ ഇങ്ങോട്ട് എല്ലാ തട്ടിപ്പുകൾക്കും പിണറായി വിജയൻ്റെ രക്ഷാ കവചമാണ് ഇ.പി. ജയരാജൻ. അദ്ദേഹത്തിനെ പാർട്ടി സെക്രട്ടറി ആക്കാതെ വേറൊരാളെ ആക്കി. എപ്പോഴും അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനറാണ്. കേരളത്തിൽ ഒരു ഇടതുപക്ഷ മുന്നണിയുടെ അവരൊന്നും മിണ്ടില്ല. ഇപ്പം ബിനോയ് വിശ്വത്തിന് ഇക്കാര്യം ചോദിച്ചു പോകും അദ്ദേഹത്തിനോട്, നിങ്ങൾ കൂടി ഉൾപ്പെടുന്ന മുന്നണിയുടെ സംസ്ഥാന കൺവീനറായ സഖാവ് ഇ.പി. ജയരാജൻ ഈ ചെയ്ത് ശരിയാണോന്നും ഒന്ന് ചോദിച്ചു നോക്കൂ. മിണ്ടില്ല. അതാണ് ജനാധിപത്യം. ഇവിടെ ജനാധിപത്യവുമില്ല, ഒരു ഇടതുപക്ഷവുമില്ല, കച്ചവടപക്ഷം. അത് വ്യാപാരം മാത്രമല്ല, വ്യാപാരം ഒരു കുഴപ്പമില്ല സാധന, പക്ഷെ അന്തർഗത വ്യാപാരം. അല്ല CR ഞാൻ ചോദിച്ചത് ഇവിടെ ശരി, നന്ദകുമാർ ഫ്രോഡാണ്, നന്ദകുമാർ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്, അവൻ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആളാണ്, ശരി, വിഗ്രഹമോഷ്ടാവാണ്. പക്ഷെ നന്ദകുമാറാണല്ലോ ആദ്യം പറയുന്നത്
ജാവദേക്കർ ഇ പിയെ കണ്ട കാര്യം? അത് ഇ പി സ്ഥിരീകരിക്കുന്നുണ്ടല്ലോ, അത് ജാവദേക്കർ സ്ഥിരീകരിക്കുന്നുണ്ടല്ലോ, എല്ലാവരും സ്ഥിരീകരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ നടന്ന ചർച്ചയെപ്പറ്റി പറയാൻ പറ്റുന്ന ആളാരാണ്? ജാവദേക്കറാണ്. അപ്പോൾ ബാക്കിയൊക്കെ വിശ്വസിക്കാം. ജാവദേക്കർ ഈ ലാവ്ലിൻ കേസിൽ കൺസിഡർ ചെയ്താൽ തൃശ്ശൂര് ഒന്ന് കണ്ണടച്ചാൽ ഒരു സീറ്റ് വാങ്ങി തന്നാൽ ഞങ്ങൾ എല്ലാം ചെയ്തു തരാം എന്ന വാഗ്ദാനം കൊടുത്തു എന്നത് അവിശ്വസിക്കണോ ശ്രീ സി ആർ നീലകണ്ഠൻ? ഞാൻ ഒന്നും അവിശ്വസിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ കുറെ കാലമായി ഈ രക്ഷപ്പെട്ട് പിണറായി വിജയൻ കേരളത്തിൽ രക്ഷപ്പെട്ട് നിൽക്കുന്നത് മോഡിയുടെ സഹായം കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് മോഡി എന്ന വാക്ക് പിണറായി വിജയൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മോഡിക്കെതിരായി എന്നൊന്ന് നോക്കിയാൽ മതി. നിതിൻ ഗഡ്കരി RSSന്റെ ഏറ്റവും ഉന്നതനായ നാഗ്പൂരിലെ MP ആണ്, RSSന്റെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം. അദ്ദേഹം വന്ന് പിണറായി വിജയന്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. എന്നിട്ട് ആയിക്കോട്ടെ, എനിക്ക് വിരോധമില്ല, എനിക്കൊരു വിരോധമില്ല. അദ്ദേഹം ഗവർണറുടെ വീട്ടിൽ താമസിച്ചു. അപ്പോ പ്രേമചന്ദ്രൻ എല്ലാവരും കാണുക ഒരു ചായ കുടിക്കാൻ പോയതിനു വേണ്ടി ഇത്ര വലിയ ബഹളമുണ്ടാക്കി ഇടതുപക്ഷത്തിന്റെ ആ ഒരു സംഗതി ഉണ്ടല്ലോ. ഇപ്പൊ ഇവിടെ ഈ കഴിഞ്ഞ ഇലക്ഷന് മുഴുവൻ ഇവര് ജയിച്ചാൽ അങ്ങോട്ട് പോയി. എനിക്കൊരു എപ്പോഴും എനിക്ക് തമാശ തോന്നിയിട്ടുണ്ട്. കോൺഗ്രസ് ജയിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് RSSനോട് അനുഭവം ഉണ്ടെന്ന് പറയുന്ന പിണറായി വിജയന്റെ ഒരു നിലവാരം ഉണ്ടല്ലോ. ഈ സാധനം തമിഴ്നാട്ടിൽ പോയി പറയാൻ പറ്റുമോ? രാഹുൽ ഗാന്ധി RSSന്റെ ആളാണെന്ന് തമിഴ്നാട്ടിൽ തമിഴിലൊന്ന് പറഞ്ഞാൽ അടി കിട്ടും പിണറായി വിജയന്, കിട്ടില്ലേ? അവിടുത്തെ സഖാക്കൾ തല്ലും. കാരണം പിണറായി വിജയന്റെ പടം വെച്ചിട്ടാണ് അവിടെ സഖാക്കൾ പിടിക്കുന്നത്. രാജസ്ഥാനിൽ പോയി പറയാൻ പറ്റുമോ? സിക്കാറിൽ ഒന്ന് പോയി പറയട്ടെ പിണറായി വിജയനെ വിളിച്ചില്ലല്ലോ അവിടേക്ക്. എന്താ വിളിക്കാഞ്ഞ്? പിണറായി വിജയൻ അവിടെ പോയി രാഹുൽ ഗാന്ധി RSSന്റെ ആളാണ് എന്ന് പറഞ്ഞാൽ അന്ന് കിട്ടൂല അടി. കാരണം അവിടുത്തെ സ്ഥാനാർത്ഥി തല്ലും. അദ്ദേഹത്തിന് പറയാം, ബംഗാളിൽ പോയി പറയാൻ പറ്റുമോ? ഞാൻ ചോദിച്ചത് ഒരു തരത്തിലുള്ള മാന്യതയുമില്ലാത്ത തരം താഴ്ന്ന രാഷ്ട്രീയം. ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ചാനലിൽ സംസാരിക്കേണ്ട തീരുമാനിച്ച ആളാണ്, അതുകൊണ്ടാണ് മിണ്ടാതിരുന്നത്. ഇപ്പൊ സംസാരിക്കണമല്ലോ. ഇത്ര തരം താഴ്ന്ന കച്ചവടത്തിന്റെ രാഷ്ട്രീയം, വെറും കച്ചവടത്തിന്റെ രാഷ്ട്രീയം, അത് വളരെ ഭംഗിയായി വെളിപ്പെടുകയാണ്. ദല്ലാൽ നന്ദകുമാർ, ഞാൻ ദല്ലാളുടെ കുറ്റം പറയാം, ദല്ലാളാണ്. ദല്ലാൾ എപ്പോഴും ദല്ലാളാണ്. അദ്ദേഹം അവിടെ ഇവിടെയൊക്കെ കളിക്കും. ദല്ലാൾക്ക് പക്ഷമില്ല. പക്ഷേ ദല്ലാളിന് പോലെ ഇപ്പൊ എല്ലാവരും ഇതിൽ ദല്ലാൾ നന്ദകുമാറാണോ ദല്ലാൾ, EP ജയരാജനാണോ ദല്ലാൾ എന്നും കൂടി ചോദിക്കണ്ടേ? നന്ദകുമാർ മാത്രമാണോ ദല്ലാൾ? EP ജയരാജൻ ദല്ലാളല്ലേ? അപ്പൊ നമ്മൾ ദല്ലാൾ ആരാന്നുള്ള സംശയം വരും. അത് 2 ദല്ലാളുണ്ടോ? ഇത് ഇത്തരത്തിൽ രാഷ്ട്രീയത്തെ ഏറ്റവും തരംതാഴ്ന്ന സാധനമാക്കുക എനിക്ക് വിഷമുള്ള ഒരു കാര്യമാണ്. 30 വർഷം ഞാൻ പ്രവർത്തിച്ച ഇടതുപക്ഷ രാഷ്ട്രീയ, ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ എന്തൊക്കെ പറഞ്ഞാലും എന്തെങ്കിലും ചില മൂല്യങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിച്ചു. ഇപ്പൊ അതൊക്കെ പോയി. EP ജയരാജൻ സമുന്നതനായി. ഇപ്പോൾ അക്ഷരം പറഞ്ഞല്ലോ നടപടിയെടുക്കുക. എന്താ നടപടി എന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. കൂടി വന്നാൽ അദ്ദേഹത്തിന് LDF കൺവീനർ സ്ഥാനത്ത് മാറ്റും. വലിയ നടപടിയാ. അല്ലെങ്കിൽ പരസ്യമായി ശാസിക്കും. അതൊക്കെ ചെയ്യും. എന്നിട്ടോ ജയരാജൻ എല്ലാ സ്ഥാനവും കൊണ്ടു നടക്കും. ജയരാജൻ ഇതിന്റെ ഫണ്ട് റൈസറാണ്. ജയരാജന് ഈ കച്ചവടത്തിൽ മുഴുവൻ അദ്ദേഹം വ്യാപാര യൂണിയന്റെ ആൾ മാത്രമല്ല, രാഷ്ട്രീയ വ്യാപാര യൂണിയന്റെ ആള് കൂടിയാണ്. ഞാൻ പറഞ്ഞു ശ്രീ രാജു പി നായരിലേക്കാണ് ചെറിയൊരു ശ്രീ രാജു പി നായർ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് സുപ്രഭാതം പത്രത്തിൽ ഒരു മുഴുനീള പരസ്യം, അത് എന്താണ്, പൗരത്വ ഭേദഗതിയിൽ മുസ്ലിങ്ങളുടെ ആശങ്കയെപ്പറ്റി, അന്ന് തന്നെ ദീപിക പത്രത്തിൽ മണിപ്പൂരിന്റെ ആശങ്കയെപ്പറ്റി, വേറെ പൗരത്വ ഭേദഗതി, അതൊക്കെ പറയും അത് രാഷ്ട്രീയമാണ്. അതിനപ്പുറം സൗഹൃദമുണ്ട് ജാവദേക്കറുമായി, RSSന്റെ വക്താക്കളുമായി, നേതാക്കളുമായി, ഇനി ഗഡ്കരിജിയുമായി ഒക്കെ ഈ പറയുന്ന രാഷ്ട്രീയാതീതമായ സൗഹൃദമുണ്ട്. പ്രശ്നം എന്താണ്? മുഖ്യമന്ത്രി ചോദിച്ച പോലെ. ഹാഷ്മി, എന്തായാലും ഈ ചർച്ചയ്ക്ക് CPM ആളെ വിടണ്ടാൻ തീരുമാനിച്ചത് BJPയുടെ പ്രതിനിധി ഉണ്ടല്ലോ എന്നുള്ളത് കൊണ്ടായിരിക്കണം. എന്തായാലും ശ്രീ ശിവശങ്കരൻ അത് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. കാരണം കൂട്ടുകച്ചവടക്കാർ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ വരുമ്പോൾ പിണറായി വിജയനെ പോലെ പെരുമഴയിൽ നിർത്തിയിട്ട് പോകരുത്, അവരെ സംരക്ഷണം. അതിന് ഞാൻ ശിവശങ്കരനെ അഭിനന്ദിക്കുകയാണ്. എന്തായാലും അദ്ദേഹം പറഞ്ഞ സൗഹൃദങ്ങൾ, ഞങ്ങൾക്ക് സൗഹൃദങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ അവരുടെ കല്യാണത്തിന് വിളിച്ചാൽ ഞങ്ങൾ പോകും. അവരായിട്ട് മറ്റുള്ള സൗഹൃദങ്ങൾ ഞങ്ങൾക്കുണ്ടാകാം. അങ്ങ് പറയുന്ന പോലെ തന്നെ മറ്റു പലരുടെയും വലിയ വിശ്വസ്തരായിട്ടുള്ള കൂട്ടുകാരൊക്കെ മറ്റു പാർട്ടിയിലൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ കല്യാണം ഇതൊന്നും അല്ല ചർച്ച ചെയ്തത്. ഇപ്പോൾ ഈ പ്രകാശ് ജാവ്ദേക്കർ EP ജയരാജൻ്റെ ചെറുമോൻ്റെ ബർത്ത്ഡേക്കാണ് വിളിച്ചിട്ട് പോയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇത്രമാത്രം വലിയ ചർച്ചയാവില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതല്ല സംഭവിച്ചതെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി രണ്ടാമത്തെ കാര്യം ഹാഷ്മി, EP ജയരാജൻ്റെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് എന്താ? പ്രകാശ് ജാവ്ദേക്കറുമായി നടന്ന കൂടിക്കാഴ്ച പാർട്ടി അറിയിച്ചില്ല എന്നുള്ളതാണ്. ഇനി ഹാഷ്മി, പിണറായി വിജയൻ എന്താ പറഞ്ഞത്? ഞാനും ജാവ്ദേക്കറുമായി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കണ്ടു, ഇല്ലേ, ഞങ്ങൾ സൗഹൃദ സംഭാഷണം നടത്തി. ഹാഷ്മി സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകനാണല്ലോ.
പിണറായി വിജയനും ജാവ്ദേക്കറും തമ്മിൽ എവിടെയെങ്കിലും ഒരിടത്ത് വെച്ച് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടെങ്കിൽ, അവിടെ ഇത്തരത്തിലൊരു സൗഹൃദമായൊരു സംഭാഷണം നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂസ് അല്ലേ അത്? ഒന്നുമില്ലെങ്കിൽ ഒരു കൗതുക വാർത്തയെങ്കിലും ആണല്ലോ. ഹാഷ്മിക്ക് ആ വാർത്ത ലഭിച്ചിരുന്നോ? ഏതെങ്കിലും കല്യാണ വീട്ടിലൊക്കെ ആവാലോ സാർ, ഏതെങ്കിലും കല്യാണ വീട്ടിലോ ഏതെങ്കിലും പരവാസ്തവലിക്കോ. ഞാൻ ഇപ്പൊ ഇലക്ഷന്റെ മൂർധന്യാവസ്ഥയിൽ കല്യാണത്തിന് സമയമുണ്ടോ എനിക്കറിയില്ല. പോട്ടെ, ഇനി സമയം ഉണ്ടാക്കി പോയത് എല്ലാവരും ഒത്തുചേർന്ന് ഏതെങ്കിലും കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ ഒരു നർമ്മ സംഭാഷണം പങ്കുവെച്ചതാണെങ്കിലോ രാജു? പിണറായി വിജയൻ ഏത് സ്വകാര്യ പരിപാടിക്ക് പോയാലും അദ്ദേഹത്തിന് ചുറ്റും ക്യാമറകളുണ്ട്. ഹാഷ്മിക്ക് നിഷേധിക്കാൻ പറ്റുമോ? പ്രകാശ് ജാവ്ദേക്കർ അത്ര ചെറുപ്പക്കാരൻ BJP-യുടെ മറ്റേ ബൂത്ത് സെക്രട്ടറി അല്ലല്ലോ, ആ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി, ഈ സംസ്ഥാനത്തിന്റെ പ്രഭാരിയല്ലേ. ഇവര് രണ്ടുപേരും കൂടി ഒരുമിച്ച് വരുന്നൊരു വേദിയിൽ ക്യാമറ ഉണ്ടാവില്ല എന്ന് ഹാഷ്മിയൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ പിണറായി വിജയനും ഈ ജാവ്ദേക്കറുമായിട്ട് നടന്ന കൂടിക്കാഴ്ച പാർട്ടിയെ അറിയിച്ചിട്ടില്ല. അപ്പൊ EP ജയരാജനും പിണറായി വിജയനും ചെയ്ത തെറ്റ് ഒന്ന് തന്നെയാണ്. അവിടെയാണ് ഇവരുടെ തമ്മിലുള്ള കൂട്ടുകച്ചവടം നടക്കുന്നത്. അതാണ് കൃത്യമായിട്ട് പറഞ്ഞത്. ഇത് കൂട്ടുകച്ചവടമാണ്. EP ജയരാജനെ പിണറായി വിജയന് തള്ളിപ്പറയാൻ കഴിയാത്തത്. ഇവര് രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് നടന്ന പരിപാടിയാണ്. ഇനി ഹസ്കർ ഇവിടെ സൂചിപ്പിക്കുകയാണ്, ഞങ്ങൾ ജയരാജനെതിരെ നടപടിയെടുക്കും, 4-ാം തീയതി വരെ, മറ്റന്നാൾ തിങ്കളാഴ്ച വരെ കാത്തോളൂ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഹസ്കർ, ഞാൻ മറ്റൊരു നറേറ്റീവ് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒന്ന് തെളിയിക്കണം. അങ്ങനെയാണെങ്കിൽ EP ജയരാജൻ ഈ പിണറായി വിജയനെ ഈ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റും തോൽപ്പിച്ച് തകർത്തതിന് ശേഷം BJP പോകാനുള്ള പ്ലാനാണോ? അതല്ലെങ്കിൽ EP ജയരാജൻ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അദ്ദേഹം പറഞ്ഞാൽ മാത്രം ഇരിക്കുകയും കിടക്കുകയും ചെയ്യുന്ന ദല്ലാൽ നന്ദകുമാറിനെ കൊണ്ട് എന്തിനാണ് ഇത്തരത്തിലൊരു ആരോപണം, ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത്? എന്തിനാണ് VS അച്യുതാനന്ദൻ മോഡലിൽ ഒരു തിരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ ഞാൻ പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ടിരുന്നു എന്നുള്ള സത്യം ഒരു തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ വിളിച്ചു പറഞ്ഞത്? അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാമായിരുന്നല്ലോ. വോട്ട് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ സരസമായിട്ടും ഒക്കെ തള്ളിക്കളയുള്ള വൈഭവം അദ്ദേഹത്തിനുണ്ടല്ലോ. വളരെ കൃത്യമായിട്ട് VS അച്യുതാനന്ദന്റെ അതേ മാതൃകയിൽ ഈ തെരഞ്ഞെടുപ്പ് രാവിലെ അന്ന് പിച്ചു ചീത്തപ്പെട്ട 52 വെട്ടുകളിൽ ജീവൻ നഷ്ടമായ ഒരു വിപ്ലവകാരിയെ കാണാൻ വേണ്ടി പോയതാണ്. അതൊരു ആശയമാണ്, അതൊരു പ്രത്യയശാസ്ത്രമാണ്. അതുപോലെയാണോ ജാവ്ദേക്കർ വീട്ടിൽ വന്ന കാര്യം ജയരാജൻ വെളിപ്പെടുത്തുന്നത്? അല്ലല്ല, ഞാനത് നിഷേധിക്കുന്നില്ല. ഹാഷ്മി പറയുന്നത് ഞാൻ നിഷേധിക്കില്ല. ഞാൻ മോഡലിനെ പറഞ്ഞോളൂ, നിഷേധിക്കുന്നില്ല. പക്ഷെ VS അച്യുതാനന്ദന്റെ ലക്ഷ്യം പിണറായി വിജയനെ തകർക്കാനായിരുന്നു. അത് അദ്ദേഹത്തിന് അത്ര വലിയൊരു സ്നേഹമൊന്നുണ്ടെന്ന് അതിനൊക്കെ ഞാൻ അധികം കടക്കുന്നില്ല ഹാഷ്മി. ഇപ്പോൾ എന്തായാലും VS അച്യുതാനന്ദന്റെ അന്നത്തെ ലക്ഷ്യവും പിണറായി വിജയനെ തകർക്കുക എന്നുള്ളതായിരുന്നു. രമയ്ക്ക് നീതി മേടിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നില്ല. അതേ മാതൃക EP ജയരാജൻ നടത്തിയത്. അപ്പൊ പിണറായി വിജയനെ തകർത്ത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ആ 10% ബാക്കി വെച്ചത് ഈ പാർട്ടിയെ തകർത്തിട്ട് ഞാൻ BJP-യിലേക്ക് വന്നേക്കുന്ന ആളാണോ? ഹസ്കർ മറുപടി പറയണം. നിങ്ങൾ ആദ്യം പറഞ്ഞത് EP ജയരാജനെ തള്ളി പറയുകയാണെങ്കിൽ അതിന്റെ കാരണം ഇതായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇത്തരത്തിൽ വലിയ കോലാഹലം. ദല്ലാൽ നന്ദകുമാറിന് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് കാര്യം? ദല്ലാൽ നന്ദകുമാർ ആരുടെ ആളാ? EP ജയരാജന്റെ ആള്. അങ്ങനെയാണെങ്കിൽ ഹസ്കർ പറഞ്ഞു വെക്കുന്നത് EP ജയരാജൻ കേരളത്തിലെ പാർട്ടിയെ തകർക്കാനുള്ള എല്ലാ ആസൂത്രണവും നടത്തി അത് നിർവഹിച്ച ശേഷം ആണ് ഇപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹം BJP-യുമായിട്ട് സന്ധി ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഇത് രണ്ടിൽ ഒന്നേ പറ്റുള്ളൂ ഹസ്കറെ, അതല്ലാതെ ഇതോ രണ്ടുമല്ലാത്ത ഒന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ വെട്ടിൽ വീണിരിക്കുകയാണ്. നിങ്ങൾ ഒരു പാർട്ടി, കോൺഗ്രസിൽ നിന്ന് ചില നേതാക്കന്മാർ ഉത്തരേന്ത്യയിൽ പോയതിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ നിങ്ങൾ നോക്കി. പക്ഷെ നിങ്ങൾ ബംഗാളും ത്രിപുരയും നടന്നത് മുൻകൂർ നടത്തിക്കൊണ്ടിരിക്കുക. ബംഗാളും ത്രിപുരയിലും പാർട്ടി തോറ്റ് മുച്ചോടും പോയി കഴിഞ്ഞപ്പോഴാണ് പാർട്ടി ഓഫീസ് ഉൾപ്പെടെ മുഴുവൻ അംഗങ്ങളും അണികളും BJP-ലേക്ക് പോയത്. പക്ഷെ CPM-ന്റെ പാർട്ടിയെ തന്നെ BJP-യിലേക്ക് ഞാൻ ഒരു കാര്യം കൂടി ഉറപ്പിച്ചു പറയാം. ഹാഷ്മി, ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഒരു സംശയം വേണ്ട, എഴുതി വെച്ചോ. സീതാറാം യെച്ചൂരി പാർട്ടി നേതൃത്വം ഒഴിയുകയും ബംഗാളിൽ ഈ പാർട്ടി ഇനി അപ്രസക്തമാവുകയും ചെയ്താൽ കേരളത്തിലെ CPM NDA-യിലെ ഘടകകക്ഷിയാവും. പിണറായി വിജയന്റെ മകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം വന്നില്ലെങ്കിൽ നിങ്ങളെ മുകളെ പിടിച്ച് അകത്തിടുമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ CPM NDA-യുടെ ഘടകകക്ഷിയാവും.
അതിന്റെ സൂചനയാണ് NDAയുടെ ഘടകകക്ഷി ഇപ്പോ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ഇരിക്കുന്നത്. ശരി ശരി, ഞാൻ അങ്ങനെ അതൊക്കെ കടന്ന ആരോപണമാണ്. പാർട്ടിയുടെ 2 MLA-മാർ ഇനി നിങ്ങൾ ഈ പറയുന്ന ഒക്കെ സത്യമാണെങ്കിൽ, ഈ പറയുന്ന ഒക്കെ കച്ചവടമാണെങ്കിൽ, അതൊരു കോക്കസ് അല്ലേ ഉണ്ടാവുള്ളൂ. ഇത് ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർ പിടിച്ച ചെങ്കൊടിയുള്ള പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തെ മൊത്തത്തിൽ കൊണ്ട് വേറൊരു ക്യാമ്പിൽ കൊണ്ട് കെട്ടാൻ പറ്റുക എളുപ്പമാണ്. അപ്പോൾ അതൊക്കെ പോട്ടെ, ഞാൻ അങ്ങനെ എത്താം. ശ്രീ അസ്കർ, അതൊക്കെ തീർന്നു ഹാഷ്മി, അതെല്ലാം തീർന്നു. അതൊന്നും തീർന്നിട്ടില്ല സാർ, അതൊന്നും തീർന്നിട്ടില്ല സാർ, അതൊന്നും തീർന്നിട്ടില്ല. ഈ പോയ തെരഞ്ഞെടുപ്പിന് തൃക്കാക്കര ഭാഗത്തോട് പോയി നോക്കിയാൽ കാണാം, ആ പൊരിവെയിലത്ത് ക്യാമ്പിലിരിക്കുന്ന പാവം CITU ചേട്ടന്മാരെ കാണാം. പരമപാവം, ഒരു ലാക്കും ഇല്ലാത്ത 10 പൈസ കയ്യിലെടുക്കാനും CITU ചേട്ടന്മാരെ അവിടെ കണ്ട. അപ്പൊ അങ്ങനത്തുള്ളവരുടെ പാർട്ടി ഇനി കുറച്ചുപേരങ്ങ് വിചാരിച്ചാൽ അങ്ങനെ പോലും നടക്കൊന്നുമില്ല. ഇവിടെ സത്യമെങ്കിൽ ഒരു മിനിറ്റ് 10 സെക്കൻഡ് ഹാഷ്മി പറയുന്നതായിരുന്നു സത്യമെങ്കിൽ VS അച്യുതാനന്ദന് സീറ്റ് നിഷേധിച്ചപ്പോൾ തെരുവിലിറങ്ങിയ പാർട്ടി പ്രവർത്തകരെ പോലെ ഇന്നലെ EP ജയരാജനെതിരെ തെരുവിലിറങ്ങുമായിരുന്നു. ഒരു സമൂഹ മാധ്യമത്തിലെ പോലും EP ജയരാജനെ തള്ളിപ്പറയാൻ ഈ പാർട്ടിയിൽ ഏതെങ്കിലും ആത്മാഭിമാനമുള്ള ഒരു ചെങ്കൊടി പിടിച്ച അണി തയ്യാറായിട്ടുണ്ടോ? ഒരു പ്രകടനം നടത്താൻ തയ്യാറുണ്ടോ EP ജയരാജനെതിരെ? ഈ പാർട്ടിയെ ഒരു ക്രൂഷ്യൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിസന്ധിയിലാക്കിയ EP ജയരാജനെതിരെ മിണ്ടിയിട്ടുണ്ടോ? രാവിലെ പിന്നിൽ നിന്ന് കുത്തിയ EP-ക്കെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടാവേണ്ടതായിരുന്നു. അഡ്വക്കേറ്റ് BN അസ്കർ, താങ്കൾ പറയുന്ന ഒരു കുരുന്നു മനസ്സിനെ പോലെ നിഷ്കളങ്കനാണ്. എന്താണ്, നഴ്സറി കുട്ടിയെ പോലെയൊക്കെ ഒരു നിഷ്കളങ്ക മാനസനാണ് EP ജയരാജൻ. താങ്കൾ ആദ്യം പറയുന്നുണ്ടായിരുന്നല്ലോ. ഈ നന്ദകുമാർ, ശോഭാ സുരേന്ദ്രൻ, തൊട്ടു പിന്നാലെ K. സുധാകരൻ, തൊട്ടു പിന്നാലെ EP ജയരാജൻ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നുണ്ടായിരുന്നില്ലേ? ആ വാർത്താ സമ്മേളനത്തിൽ എന്താണ് EP ജയരാജൻ പറയുന്നത്? K. സുധാകരനും അൾഷിമേഴ്സിന്റെ മരുന്ന് കഴിക്കാത്ത പ്രശ്നമാണ് എന്നാണ് പറഞ്ഞത്. ആ വാർത്താ സമ്മേളനത്തിൽ പറയാമായിരുന്നില്ലേ നിഷ്കളങ്കന അയാൾക്ക് ജാവദേക്കർ വന്ന് കണ്ടിരുന്നു കേട്ടോ അന്ന് എന്ന്? ആ വാർത്താ സമ്മേളനത്തിൽ പറയാമായിരുന്നില്ലേ? ആ വാർത്താ സമ്മേളനത്തിൽ പറയാതെ പിന്നെയും വെളിപ്പെടുത്തലുകൾ വന്ന് നാണം കെട്ടപ്പോൾ തെരഞ്ഞെടുപ്പിനൊന്ന് രാവിലെ അന്ന് പറയാതിരിക്കാമായിരുന്നല്ലോ BN അസ്കർ, അന്ന് പറയാതിരിക്കാമായിരുന്നു. അന്ന് വൈകിട്ടാണ് ജാവദേക്കർ വന്ന് കണ്ട കാര്യം പറഞ്ഞ് ആകാശം ഒടിച്ച് വീഴൊന്നുമില്ലല്ലോ. മറുപടി പറയാതെ ഇങ്ങനെ വഴുതി മാറാൻ അറിയാത്ത ആളുമല്ലല്ലോ EP ജയരാജൻ. എന്തോ ദുഷ്ടലാക്കുണ്ട് ഹസ്കർ. അല്ല ഹാഷ്മി, അത് തന്നെയാണ് കേരളത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി അനുഭാവികളുടെയും അണികളുടെയും ആശങ്ക എന്ന് പറയുന്നത്. ഈ പാർട്ടി പ്രത്യാശയുടെ തുരുത്തായി പാർട്ടിയെ പ്രവർത്തകർ കാണുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടി പറയാം. പാർട്ടിയുടെ സമുന്നതന സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ്റെ മരണത്തിന് ശേഷം നമുക്കും പാർട്ടിയുടെ ഉള്ളിലും പുറത്തുമുള്ള മാധ്യമങ്ങളും പൊതുബോധവും ഒക്കെ കരുതിയിരുന്നു EP സെക്രട്ടറി ആവുമായിരുന്നു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെക്കാൾ വളരെ ജൂനിയറായിരുന്നിട്ടുള്ള MV ഗോവിന്ദ മാസ്റ്റർ പാർട്ടിയുടെ സെക്രട്ടറിയായി അവരോധിക്കപ്പെടുകയും തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ചിത്രം നാം കണ്ടതാണ്. അതാണ് ഈ പാർട്ടി ഇനി ഏത് ഘട്ടത്തിലൂടെ, പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയാലും ഇതിനെ പാർട്ടിയുടെ അണികൾക്ക് ഈ പാർട്ടിയെ പിടിച്ചു നിർത്തുന്നുള്ള കഴിവുണ്ട്. കേന്ദ്രീകൃതമായി പാർട്ടി ഇപ്പോൾ രാജു P. നായർക്ക് പറയുന്നത് പോലെ NDAയുടെ ഘടകകക്ഷിയാക്കുന്ന മോഹന സ്വപ്നങ്ങളൊക്കെ കോൺഗ്രസ്സുകാർ കയ്യിൽ വെച്ചാൽ മതി. കോൺഗ്രസ്സുകാർക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ് അത്തരത്തിലുള്ളത്. EP ചെയ്തിട്ടുള്ള പിശക് എന്ന് ഞാൻ കരുതുന്നത്, ഒന്ന് ജാവ്ദേക്കറുമായി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് പാർട്ടിയെ അറിയിച്ചില്ല, പാർട്ടിയുടെ അനുമതി വാങ്ങിയില്ല, അല്ലെങ്കിൽ ശേഷം യാദൃച്ഛിക കൂടിക്കാഴ്ചയായിരുന്നെങ്കിൽ ആ സംഭവം പാർട്ടി അറിയിക്കണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭവനത്തിൽ വന്നതുകൊണ്ട് എന്നുള്ളതാണ്. 2, അനവസരത്തിൽ ആ വിവരം തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് തുടങ്ങിയ ഘട്ടത്തിൽ അത് പറയുന്നു എന്നുള്ളത് അതത്ര നിഷ്കളങ്കമായി പറഞ്ഞു വെച്ചതാണെന്ന് കരുതാനുള്ള മൗഢ്യമൊന്നും എനിക്കുമില്ല. അപ്പൊ ഈ 2 ഗുരുതര കുറ്റകൃത്യം അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഗൗരവത്തോടു കൂടി തന്നെ കാണുന്നു. നിഷ്കളങ്കത്വമല്ല, അത് പറഞ്ഞുറപ്പിച്ച് പറഞ്ഞതാണ്. അത് പറഞ്ഞുറപ്പിച്ച് പറഞ്ഞത് ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് ഹസ്കർ? അല്ല, അതിൽ അങ്ങനെയല്ല. നമുക്ക് ജൂൺ 4 തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ വളരെ കൃത്യമായി ഇത് സംബന്ധിച്ചിട്ടുള്ള ചിത്രങ്ങളൊക്കെ തന്നെ വ്യക്തമാവും. ഒരു തരത്തിലും കേരളത്തിൽ അങ്ങനെ BJP CPM ബാന്ധവമുണ്ടെന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസ് നടത്തുന്ന ശ്രമങ്ങളൊക്കെ വിലപോവില്ലെന്ന് ജൂൺ 4 കാണാവുന്നതാണ്. ജാവദേക്കർ പാർട്ടി LDF കൺവീനറെ വീട്ടിൽ പോയി കണ്ടു. അതെ, ജാവദേക്കർ പണിയില്ലാതിരിക്കുന്ന ആളാണോ? ജാവദേക്കർ മുൻ കേന്ദ്രമന്ത്രിയല്ലേ? ജാവദേക്കർ ഇവിടുത്തെ BJPയുടെ സംഘടനാ ചുമതലയുള്ള നേതാവല്ലേ? ചായ കുടിക്കാൻ പോയി EP ജയരാജൻ പറഞ്ഞ് അങ്ങ് തൊണ്ടോടാ വീഴണോ? അങ്ങനെയല്ല ഹാഷ്മി. പ്രലോഭനങ്ങളുമായി ഒരു ജാവ്ദേക്കർ ഇങ്ങനെ നിരങ്ങി നീങ്ങുന്നതിനെ നിങ്ങൾ എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല?
അതൊരു രാഷ്ട്രീയ മര്യാദയാണോ? രാഷ്ട്രീയ ധാർമ്മികതയുടെ ഭാഗമാണോ? നേതാക്കന്മാരെ വില കൊടുത്തു വാങ്ങുക, പ്രലോഭനങ്ങൾ നൽകി വാങ്ങുക, ഭീഷണിപ്പെടുത്തി നേതാക്കന്മാരെ പർച്ചേസ് ചെയ്യുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ മര്യാദയായി ജാവദേക്കർ ആക്കുളത്തെ മകന്റെ ഫ്ളാറ്റിലേക്ക് വരുന്നത് രാജ്യത്തിന്റെ പരിസ്ഥിതി പ്രശ്നത്തെ പറ്റി സംസാരിക്കാനാണ് എന്ന് വിചാരിച്ചാണോ ഇ പി ജയരാജൻ അങ്ങോട്ടേക്ക് വാ എന്ന് പരവതാനി വിരിച്ചതല്ലോ? സാർ, നിരങ്ങാൻ അവസരം കൊടുക്കുമ്പോഴല്ലേ നിരങ്ങുന്നത്? അല്ല, ഒരുപക്ഷെ ആ സാഹചര്യം അങ്ങനെ വരുന്ന ഒരു നേതാവിനെയും സ്വന്തം വീട്ടിലേക്ക് വരുന്ന ഒരാളെ പുറംതിരിച്ചു വിടാൻ കഴിയാതിരിക്കുന്ന സാഹചര്യമാണ്. അത് മലയാളിയുടെ സംസ്കാരം കൂടിയല്ലേ? ആ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ ഇ പി പറഞ്ഞതുപോലെ തന്നെ കേൾക്കാനും ആ പറഞ്ഞതു തന്നെ വിശ്വസിക്കാനുമാണ് ഞാനിപ്പോൾ കരുതുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ജാഗ്രത കുറവ് അല്ലെങ്കിൽ പിശക് അല്ലെങ്കിൽ ഒരു സാധാരണ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി പോലും കാണിക്കാത്ത രാഷ്ട്രീയമായിട്ടുള്ള ധാർമ്മികത അദ്ദേഹം കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിമർശനം. ആ രാഷ്ട്രീയ ധാർമ്മികത ഇ പി കാണിക്കണമായിരുന്നു. അങ്ങനെ കാണിച്ചില്ല എന്നുള്ളിടത്താണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകരും അനുഭാവികളും ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളൊക്കെ ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്ന നേതാവാണ് സഖാവ് ഇ പി. ഇ പിയിൽ നിന്ന് ഇങ്ങനെ ഒരു ജാഗ്രത കുറവ്, ഇങ്ങനെ ഒരു പിശക്, ഏറ്റവും സന്നിഗ്ധമായ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിവസം രാവിലെ അദ്ദേഹം നടത്തുന്ന ആ പ്രസ്താവന എന്ന് പറയുന്നത്, അതിനെ ഞങ്ങൾ ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. ഈ പാർട്ടി അതെങ്ങനെ കാണുന്നു? അതോ എന്താണ് ഇപ്പോൾ ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ അയാളെ വരണ്ട എന്ന് പറയാൻ പറ്റുമോ? ആതിഥ്യ മര്യാദ, വന്നു കഴിഞ്ഞാൽ ചായ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ചായക്കൊപ്പം എന്തെങ്കിലും കടി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? തുടങ്ങിയുള്ള വ്യവഹാരങ്ങളാണോ പാർട്ടിയുടെ ചർച്ചയിലേക്ക് വരുന്നത്? നമുക്ക് കാത്തിരുന്നാണ്. ശ്രീ പി ആർ ശിവശങ്കർ, ഇവിടെ ദല്ലാൽ നന്ദകുമാർ പറയുകയാണ് ഈ പറയുന്ന ഡീലിന് വേണ്ടി പോയതാണെന്ന് പറയുകയാണ്. ദല്ലാൽ നന്ദകുമാർ പറഞ്ഞ ബാക്കി എല്ലാ കാര്യങ്ങളും സത്യമാകുമ്പോൾ ദല്ലാൽ പറയുന്ന അവിടെ നടന്ന ചർച്ചയുടെ കാര്യം മാത്രം സത്യമാവാതിരിക്കുമോ? അത് ഓൺ ചെയ്യുന്നില്ലെങ്കിലും ഈ ദല്ലാൽ പറയുന്ന സത്യമാണെങ്കിൽ ഈ പറയുന്ന അന്വേഷണ വ്യവഹാര വഴികളൊക്കെ തൃശ്ശൂരിൽ നിങ്ങൾക്ക് ഒറ്റ സീറ്റിന് വേണ്ടിയുള്ള ഉടായ്പകളാണെങ്കിൽ നിങ്ങളുടെ പ്രവർത്തകരെ വഞ്ചിക്കുകയല്ലേ ശ്രീ പി ആർ ശിവശങ്കർ? ഇപ്പം എല്ലാം എന്താണ്, എല്ലാ സത്യവും പുറത്തു വരും, എല്ലാവരും പിടിച്ചകത്തിടുമെന്നൊക്കെ ഒരു ഹൈപ്പുണ്ടാക്കി. നിങ്ങൾക്കിത് ഇലക്ഷൻ്റെ ആവശ്യം മാത്രമായിരുന്നില്ലേ ശിവശങ്കർ? അത് സത്യമാണെങ്കിൽ അഷ്മി, ഇത് സത്യമാണോ ഇല്ലയോ എന്ന് അന്വേഷിക്കുന്നതിന് മുൻപ് മിനിമം നമ്മളൊരു സാമാന്യ ബുദ്ധി വെച്ചിട്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു ധാരണ ഉണ്ടാകാൻ ഒരു തത്വത്തിൽ അംഗീകരിച്ചു എന്ന് വിശ്വസിക്കുക, ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ അവർ രാഷ്ട്രീയമായി, മറ്റുള്ള കാര്യമല്ല, തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ധാരണ ഉണ്ടാക്കാൻ നിശ്ചയിച്ചുവെങ്കിൽ അതിന് ഇത്തരത്തിലുള്ള ആളുകളെ ആയിരിക്കുമോ ഉൾപ്പെടുത്തുക? നേരത്തെ തന്നെ നിങ്ങളെല്ലാം ആരോപിച്ചിരുന്നത് പോലും ആധ്യാത്മികതമായി ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന ശ്രീ എമ്മിനെ പോലുള്ള ആളുകളെ ആണ് പണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ആരോപണമായിട്ട് മുന്നോട്ട് വെച്ചിരുന്നത്. അദ്ദേഹം ഒന്നും അതിന് മറുപടി പോലും പറഞ്ഞില്ല. അത്രത്തോളം ഔന്നത്യമുള്ള ആളുകളെ നിങ്ങൾ ആരോപിച്ചിരുന്നു. അതിനുശേഷം പലരെയും ആലോചിച്ച് അവസാനം മുൻ DGP ബെഹ്റയുടെ പേരുകൾ വന്നിരുന്നു ശ്രീ പത്മജ വേണുഗോപാലിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട്. ഇത്തരത്തിൽ നിങ്ങൾ അനേകം പേരുകളെ വെച്ചു. ഇത് ഉപയോഗിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇത്തരം ഒരു ചർച്ചകളെ തനിക്ക് അനുകൂലമാക്കി വരുത്തുവാൻ സാധ്യതയുള്ള ഒരാൾ, ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ അനിൽ ആന്റണിക്കും ശ്രീ ശോഭാ സുരേന്ദ്രനും എതിരെ പറയുക വഴി ഏത് രാഷ്ട്രീയത്തെയാണ്, പിന്നെ ഇ പി ജയരാജനും എതിരെ പറയുക വഴി ഏത് രാഷ്ട്രീയക്കാരുടെ നാവാണ് അദ്ദേഹം ആയത് എന്ന് ചിന്തിച്ചാൽ ഈ രാഷ്ട്രീയം മനസ്സിലാവും. അതിന് അത്ര വലിയ റോക്കറ്റ് സയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ആർക്കാണോ ഇതുകൊണ്ട് നേട്ടം, ആരെയാണോ ഉദ്ദേശം വെക്കുന്നത്, ഇത്തരം ചർച്ചകൾ പുറത്തു വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി എന്ന് കാണിച്ചുകൊണ്ട് നിരന്തരം ഇത്തരം നമ്മൾ ചർച്ചയിലൊക്കെ ചെയ്യുന്നത് പോലെ കോൺഗ്രസിനെതിരെ വേണമെങ്കിൽ പറയാമായിരുന്നു. അപ്പോൾ BJP സാർ, ഞാൻ പറഞ്ഞു തീരട്ടെ. ജാവ്ദേക്കറിന്റെ കൂട്ടുകാരനാണെന്ന് അദ്ദേഹം പറയും. ഒരു യാത്രയുടെ കൂടെ വന്നു എന്ന് വെച്ച് കൂട്ടുകാരനാവും സാർ? ഞാൻ എൻ്റെ പല ഫോട്ടോകളും സീനിയർ ആയിട്ടുള്ള പല കോൺഗ്രസ്സുകാരൊപ്പം യാത്ര ചെയ്തപ്പോൾ ഉണ്ടാവും. അത് പറഞ്ഞുകൊണ്ട് ഞാനും ഇപ്പൊ ശ്രീ സുധാകരനും അതുപോലെ തന്നെ പണ്ട് ചില അത് പറഞ്ഞുകൊണ്ട് സുഹൃത്താവും. താങ്കളുടെ ശേഖരത്തിൽ ഏതെങ്കിലും ചിത്രത്തിൽ ഇത്തരത്തിൽ മാറി മാറി അധികാര രാഷ്ട്രീയത്തിൽ തുരങ്ക വഴി എപ്പോഴും കാണാറുള്ള ഒരു പവർ ബ്രോക്കറുടെ ചിത്രമുണ്ടോ ശ്രീ പി ആർ ശിവശങ്കർ? ഞാൻ തിരിച്ചാണ് സാർ പറഞ്ഞത്. ഇത്തരം ആളുകൾ ഇത്തരം ഫോട്ടോകൾ പുറകെ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം. ഇതൊന്നും ഒരു രാഷ്ട്രീയക്കാർ നോക്കണമെന്നില്ല. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ കൂടെ എയർപോർട്ടിൽ കൂടെ പോവുകയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞത് ഒരു ലാവ്ലിൻ കേസ് പോലെയുള്ള കേസ് മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ മിനിമം നമ്മൾ ആലോചിക്കണ്ടേ ആ രണ്ടുപേരുടെയും ഒരു സ്റ്റാറ്റസ്.
അതിനെക്കുറിച്ച് പറയാതെ ഇങ്ങനെ ഒരു രാഷ്ട്രീയമായി ഒരു അമ്പലം നടത്തുന്ന ആളെയൊക്കെയാണോ അതിനു വേണ്ടി വെക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ രണ്ടുപേരും അത്ര മോശക്കാരാണെന്നും അവർക്ക് യാതൊരു സൗഹൃദമില്ല എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വേണമെങ്കിൽ തന്നെ അതിനേക്കാൾ വലിയ വഴികളൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. പ്രകാശ് ജാവദേക്കർ എന്ന് പറയുന്നത് പ്രകാശ് ജാവദേക്കർ എന്ന് പറയുന്നത് ബിജെപിയുടെ ദേശീയ നേതാവല്ലേ? ബിജെപിയുടെ ദേശീയ നേതാവും കേരളത്തിന്റെ പ്രഭാരിയുമല്ലേ? അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അറിയാതെ ഒരാളുടെ ഇന്നോവയിൽ അങ്ങ് കയറിപ്പോകും എന്ന് വിശ്വസിക്കണോ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കൂടിക്കാഴ്ചയെ പറ്റി പറയുന്നത് ആരാണ്? നന്ദകുമാറാണ്. അവിടെ കൂടെയുള്ള ഇ.പി. ജയരാജനും ജാവദേക്കറും അല്ലാത്ത മൂന്നാമതൊരാൾ ആരാണ്? നന്ദകുമാറാണ്. എൻ്റെ പിന്നെയും ചോദ്യം, ഈ പവർ ബ്രോക്കർക്ക് ഈ നിങ്ങൾ പറയുന്നത് രാഷ്ട്രീയ ചർച്ചയാണെങ്കിൽ, ഇനി ഡീലാണെങ്കിൽ അവിടെ ഇയാൾക്ക് കാര്യം എന്താണ്? ഒരു കാര്യമില്ല തന്നെ. അത് നിങ്ങൾ ചെയ്ത ചർച്ച വഴിതിരിച്ചുകൂടിയാണ്. സത്യത്തിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയതും അക്കാര്യം തന്നെയാണല്ലോ. അവരാണ് ചർച്ച നടത്തിയിരുന്നത്. അതിൻ്റെ ഏതൊരു ഭാഗമായിട്ട് ഇദ്ദേഹം വന്നിട്ടുണ്ടാകാം. എനിക്ക് അതിലും കൂടുതൽ വിഷമം ഉണ്ടാവുന്നത്, ഇപ്പം നോക്കൂ, എന്നെ CPM കാരനാക്കാനായിട്ടാണ് ശ്രീ രാജു പി നായർ ശ്രമിക്കുന്നത്. അദ്ദേഹം സത്യത്തിൽ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ അദ്ദേഹം എതിർക്കുന്നതും സ്വന്തം ഘടകകക്ഷിയെ തന്നെയല്ലേ? ഇപ്പം നേരത്തെ പറഞ്ഞത്, മറ്റു സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇവർ കെട്ടിപ്പിടിക്കുന്നു, ഇവർ ഒരുമിച്ച് നിൽക്കുന്നു. സത്യത്തിൽ ഇവരാണ് ഒരുമിച്ച് നിൽക്കേണ്ടത്. എന്നിട്ട് ഞാൻ ഏതോ വാക്കുകൊണ്ട് അവരെ പിന്തുണച്ചു, ഒരു രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമായി ഞാൻ പറഞ്ഞു എന്നല്ലാതെ അദ്ദേഹം അതിനെ വരെ ഇതിന് രാഷ്ട്രീയമായി കാണുകയാണ്. അദ്ദേഹം എന്നെ CPM ആക്കാൻ ശ്രമിക്കുകയാണ്. ഒരു കാര്യവും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവർ സത്യത്തിൽ രാജു പി നായർക്കും ഇത്തരത്തിലുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ CPM ഇത്തരത്തിൽ തെറ്റായി BJPയോടൊപ്പം ലയിക്കുന്നുവെങ്കിൽ ഇവരെന്തിനാ ഇത്തരത്തിൽ ഘടകകക്ഷിയെ കൊണ്ടുനടക്കുന്നത്? ഇന്ത്യ സഖ്യത്തിൽ എന്തിനാണ് ഈ CPM-നെ കൊണ്ടുവയ്ക്കുന്നത്? ഇവർക്ക് ശക്തമായിട്ട് പറയാമല്ലോ, ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല, കേരളത്തിൽ ഇത് ചെയ്യുന്നു, ഇത് പറയുന്നില്ലല്ലോ. ഇത് തന്നെയാണ് എനിക്ക് രാഷ്ട്രീയത്തിൽ ഇവരോട് പറയാനുള്ളത്. രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടി സത്യസന്ധത പാലിക്കണം. പിന്നെ ഒരു കാര്യം കൂടി ഒറ്റ കാര്യം കൂടി, ആഷ്മി ചെങ്കൊടി പണ്ട് പിടിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളതല്ല പ്രശ്നം. ചെങ്കൊടി പിടിച്ചവർ പാവപ്പെട്ട CITU ചേട്ടന്മാർ മാത്രമല്ല തെരുവുകളിൽ ചൂടത്തിരുന്നിരുന്നത്. അവിടെ കാവിക്കൊടി പിടിച്ചവരും കോൺഗ്രസ്സുകാരും എനിക്കറിയാം. ഒരു സീനിയർ കോൺഗ്രസ്സുകാരിൽ നിന്ന് വീട് വിൽക്കാൻ പോകുന്നുണ്ട്. പരമസാധുക്കളായ പാർട്ടി പ്രവർത്തകർ എല്ലാ പാർട്ടിയിലും ഉണ്ടല്ലോ. അവർക്ക് ഈ മേലാവിൽ നടക്കുന്ന ഈ വ്യവഹാരങ്ങൾ, ഈ അവിശുദ്ധ സൗഹൃദം, ഔഷധ ഹാൻഡ്ഷേക്കിംഗ് അവർക്ക് അറിയില്ലല്ലോ. അല്ല, താങ്കൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞത് PR ശിവശങ്കർ CPM-നെ പറ്റി രാജു പി നായർ പറഞ്ഞപ്പോഴാണ് പാവം CITU ചേട്ടന്മാരെ പറ്റി ഞാൻ പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞതല്ല, അത് ഞാൻ അതാണ് പറഞ്ഞത്. ഞാൻ എക്സാക്ട്ലി എന്റെ പോയിന്റ് അതാണ് സാർ, എക്സാക്ട്ലി എന്റെ പോയിന്റ് അതാണെന്നേ. ഈ പൊരിവെയിലത്ത് വെയിൽ കൊള്ളുന്ന പാവം CITU ചേട്ടന്മാരും പാവം BJP-ക്കാരും പാവം കോൺഗ്രസ്സുകാരും ഒക്കെ ഉണ്ടെന്നേ ഈ തെരുവിൽ പണിയെടുക്കാൻ. താങ്കൾ പറഞ്ഞ ആ സൗഹൃദം ഉണ്ടല്ലോ, താങ്കൾ നേരത്തെ പറഞ്ഞ ആ സൗഹൃദം ഉണ്ടല്ലോ, ആ സൗഹൃദ വഴികളെ പറ്റി അറിയാത്ത, ഈ പറഞ്ഞ അപാരമായ സൗഹൃദം പൂത്തുന്ന ഊഷ്മളതയെ പറ്റി അറിയാത്ത പാവങ്ങൾ താഴെ പണിയെടുക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞോളൂ. എന്റെ പോയിന്റ് എക്സാക്ട്ലി അത് തന്നെയാണ്. താങ്കൾ അതിലേക്ക് വന്നല്ലോ. സന്തോഷം സാർ, താങ്കൾ എന്റെ പോയിന്റിലേക്ക് തന്നെ വന്നു. വളരെ ക്ലിയർ ആണ്. സൗഹൃദ വഴിയെ കുറിച്ച് CITU-കാർക്കൊക്കെ നല്ല ധാരണയുണ്ട്. താങ്കൾ ഒരു പോയിന്റിലും വന്നിട്ടില്ല. താങ്കളുടെ ചർച്ച കണ്ടവർക്ക് അറിയാം. താഴെത്തട്ടിൽ പണിയെടുക്കുന്ന പാവങ്ങൾ, മേലാവിൽ നടക്കുന്ന ഈ ഇടപാടുകളെ പറ്റി അറിയാത്തവരാണ്. അവിടെ താഴെ കിടന്ന് 10 പൈസ നേട്ടം ഉണ്ടാക്കാതെ പണിയെടുക്കുന്നവരാണ്. അവരുടെ ഉള്ളിലെ പാർട്ടി അതുകൊണ്ടാണ്. അവർക്കറിയോ സാർ, അവർക്കറിയോ ഈ പറയുന്ന എന്താണ് ആർത്തി രാഷ്ട്രീയത്തിന് വഴി അവർക്കറിയില്ലല്ലോ സാർ. അവർക്കറിയാം ആരാണ് ഈ രാഷ്ട്രീയത്തിൽ നിന്ന് രാഷ്ട്രീയത്തെ കുളം കലക്കിക്കൊണ്ട് ഒരു ചെന്നായുടെ കണ്ണോട് കൂടി നോക്കിക്കൊണ്ട് ലാഭം അവർക്ക് നന്നായിട്ട് അറിയാം. PR ശിവശങ്കർ അങ്ങോട്ടേക്ക് വന്നോട്ടെ എന്ന് പ്രകാശ് ജാവദേക്കർ ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്നോട്ടെ ചോദിച്ചു, നമ്മളായാലും വരണ്ടെന്ന് പറയുമോ? വരുന്നു, വാതിൽ തുറന്നു കൊടുക്കുന്നു, ചായ കൊടുക്കുന്നു, സൗഹൃദമാണ്. അതാ ഇപ്പോൾ ഇവിടെ PR ശിവശങ്കർ BJP-യുടെ ഇന്നത്തെ ചർച്ചയ്ക്ക് അയച്ച ബഹുമാനായ പാനലിസ്റ്റ് പറയുന്നു, അവിടെ എന്താണ് ഇ.പി. ജയരാജൻ്റെ നന്മ കൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിൻ്റെ ആ ദിവസം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ CPM-ന്റെ എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ നന്മയെപ്പറ്റി PR ശിവശങ്കർ പറയുന്നു. അപ്പോൾ ഒരു നന്മ, സൗഹൃദം, ഊഷ്മള രാഷ്ട്രീയം പൂത്തൊലയട്ടെ CR, ആർക്കെന്താണ് പ്രശ്നം? അല്ല, അതന്നെയാ പറഞ്ഞേ, ആ ഊഷ്മള രാഷ്ട്രീയം തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തരം താഴ്ന്ന ഞാൻ പറഞ്ഞല്ലോ, ഇ.പി. ജയരാജൻ എത്ര പ്രാവശ്യം ഇതിനേക്കാൾ ഗുരുതരമായ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. BJP-യുടെ സ്ഥാനാർത്ഥി, കോഴിക്കോട് സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് അദ്ദേഹം BP ജയരാജൻ നല്ല സ്ഥാനാർത്ഥിയാണ് എന്ന സർട്ടിഫിക്കറ്റാണ്. പ്രകാശ് ജാവദേക്കർ ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെ പറ്റി, തൃശ്ശൂരെ BJP-ക്ക് ഉഗ്ര സ്ഥാനാർത്ഥികൾ, LDF-ഉം BJP-യും തമ്മിലാണ് മത്സരം.
എന്നുവരെ അതൊക്കെ പോട്ടെ രാഷ്ട്രീയം, അതുവരെ പറഞ്ഞിട്ടും ഒരു നടപടി എടുത്തില്ലല്ലോ ജയരാജനെതിരെ. ഒരു നടപടിയും ഉണ്ടാവില്ല. നടപടി എടുത്താൽ അത് വേറെ പ്രശ്നത്തിലേക്ക് പോകും. പിന്നെ ഇവിടെയാണ് പ്രശ്നം. ഞാൻ ആദ്യം ചോദിച്ച പ്രശ്നം തന്നെ. അപ്പോൾ ഇന്ന് തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായിരുന്ന LDF സ്ഥാനാർത്ഥിയായിരുന്ന PS സുനിൽകുമാർ പറഞ്ഞു ജയരാജൻ എന്തു തെറ്റ് ചെയ്തു എന്ന്. ജയരാജൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് ഇപ്പോഴും ഇവർക്ക് മനസ്സിലായിട്ടില്ല. ആകെയുള്ള കാര്യം പാർട്ടിയോട് പറഞ്ഞില്ല. ദല്ലാൽ നന്ദകുമാറിൻ്റെ വീട്ടിൽ പോയി പാർട്ടി പരിപാടി ലംഘിച്ചതിന് ഒരു കുഴപ്പമില്ല. അക്സറിനുമില്ല, CPM-നുമില്ല, പിണറായി വിജയനുമില്ല. ഇത് പോയി കണ്ടതിനുമില്ല. പത്രക്കാരോട് പറഞ്ഞത് അതത്ര ശരിയായില്ല. അവിടെയുള്ളൂ പ്രശ്നം. ശരി, അസ്ഥാനത്തെ സമയത്തായി പോയി. എൻ്റെ സമയം കഴിഞ്ഞു. ശ്രീ സി ഇടപെടുകയാണ്. എന്തായാലും അങ്ങനെയാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സൗഹൃദം, ഊഷ്മള സ്നേഹ സൗഹൃദ സംവാദ രാഷ്ട്രീയം, ഊഷ്മള രാഷ്ട്രീയം നീണാൾ വാഴട്ടെ. എൻകൗണ്ടർ പൂർണ്ണമായാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇനി വാർത്താ മഴയാണ്. വിജയകുമാർ ചേരും. You are watching 24 from News Headquarters, Kochi.